ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഗുരുവും ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോർപ്പിസ്കോപ്പാച്ചന്മാർ, പ്രിയമുള്ള വൈദികരെ, വളരെ സ്നേഹനിധികളായ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധമായ നോമ്പിൽ ഇപ്രകാരം ഒന്നിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ച നന്മകൾക്കായിട്ട് ആദ്യമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ജനങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന് ഒരു പ്രത്യേകമായ അലിവുണ്ടാകുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യം, അവൻ വന്ന പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞു. നമ്മളിങ്ങനെ കൂടിയിരുന്നാലുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ മനസ്സലിവ് പെട്ടെന്നുണ്ടാവും. ഇത്രയും ആൾക്കാർ ഒന്നിച്ചു കൂടുമ്പോൾ സ്വർഗം നമ്മളിലേക്ക് മനസ്സലിയുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. 145-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. ഞാൻ ആമുഖമായി കുറച്ച് വചനങ്ങൾ പറയുന്നത് നമ്മുടെ ഹൃദയം ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരിക്കൽ ബലിയർപ്പിക്കുവാനായിട്ട് വിശുദ്ധ മദ്ബഹായിലേക്ക് കയറി പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജനകോടികൾ ബലിപീഠത്തിൻ്റെ മുമ്പിലുണ്ട്. ഒരു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ എന്തുമാത്രം ജനങ്ങളാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ വരുന്നത്. എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാനയുണ്ട്. അപ്പോഴും ഹൃദയത്തിൽ പറയുകയാണ്, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കണ്ണ് ഇല്ല. ദൈവത്തിൻ്റെ കണ്ണ് എല്ലാവരുടെ മേലും ഇല്ല. പിന്നെ ആരുടെ മേലാണ് ഉള്ളത്? 2 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം, അനേക ഞായറാഴ്ചകളിൽ ബലിയർപ്പിക്കാൻ പോയി. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തെ കാണണം, ദൈവത്തെ അറിയണം. ഏകാഗ്ര ഹൃദയത്തോടെ ആലയത്തിൽ ആരെങ്കിലും നിൽപ്പുണ്ടോ എന്ന് കാണുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കണ്ണ് സകല ഭൂമിയിലും ഊടാടി സഞ്ചരിക്കുകയാണ്. ദൈവം ശ്രദ്ധിക്കുന്നു. ആരെങ്കിലും അങ്ങനെ ആലയത്തിൽ ദൈവത്തെ കണ്ട് നിൽപ്പുണ്ടെങ്കിൽ വചനം എങ്ങനെയാണ്? ദൈവം അവരുടെ മേലിറങ്ങും, ദൈവം ശക്തനാണെന്ന് കാണിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ചേർന്നിരിക്കുമ്പോൾ ദൈവം നമ്മുടെ മേലിറങ്ങി വരണം. ദൈവത്തിൻ്റെ ശക്തി ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ തെളിയണം. അതുകൊണ്ടാണ് മോശ ഇസ്രായേൽ മക്കളെ നയിക്കുമ്പോൾ പെട്ടകമെടുക്കുമ്പോൾ ഒരു പ്രാർത്ഥന ദൈവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, പെട്ടകമെടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഉച്ചത്തിൽ ചൊല്ലണം. എന്താണെന്നറിയാമോ? സംഖ്യയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം, യഹോവ എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞ ഒരു പെട്ടകം എടുക്കുമ്പോൾ, സാക്ഷി കൂടാരം എടുക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു. അത് ഇസ്രായേൽ ജനം ഏറ്റുപറയണം. എവിടെയാണ് എഴുന്നേൽക്കുന്നത്? നിങ്ങൾ ഇന്നിവിടെ മനസ്സ് കൊടുത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഭവനങ്ങളിൽ എഴുന്നേൽക്കും. ദൈവം എഴുന്നേറ്റാൽ ഒരു പ്രത്യേകതയുണ്ട്, അവൻ്റെ ശത്രുക്കൾ ഇല്ലാതായിത്തീരും. നമ്മുടെ വീടുകളിൽ നിന്ന് അന്ധകാര ശക്തി മാറും. അതുകൊണ്ടാണ് 68-ാം സങ്കീർത്തനം ദാവീദ് ഇത് തന്നെ എഴുതി, ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുകയാണ്. സത്യത്തിൽ അതാരിലാണ് എഴുന്നേൽക്കുന്നത്? ഹൃദയം കൊടുത്ത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കും. എവിടെ? നമ്മുടെ വീടുകളിൽ ദൈവം എഴുന്നേൽക്കും. അത് വളരെ സത്യമായ കാര്യമാണ്. ദൈവം നമ്മുടെ ഭവനങ്ങളിൽ എഴുന്നേൽക്കാനായിട്ട് ഇന്ന് ഇടയായിത്തീരട്ടെ. എനിക്കൊരു വിഷയം ധ്യാനത്തിനായിട്ട് തന്നിട്ടുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യമാണ്. എഫാഥ. മർക്കോസ് ശ്ലീഹായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുള്ള അറാമായ വാക്കുകൾ 3 അങ്ങനെ തന്നെ എഴുതി വെച്ചു.
പാലസ്തീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഷയാണ് അറമായ ഭാഷ. അതിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ തലീഥ കൂമി, ബാലെ എഴുന്നേൽക്കൂ എന്ന് പറയുന്ന ഒരു വാക്ക് യേശുമ്പുരാൻ ഉച്ചരിച്ചു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ എഫാഥ എന്ന് പറഞ്ഞാൽ തുറന്നു വരിക എന്ന് പറയുന്ന ഒരു വചനം കർത്താവ് ഉച്ചരിച്ചു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ ഒരിക്കൽ മാത്രമാണ് യേശുമ്പുരാൻ പിതാവിനെ ദൈവമേ എന്ന് വിളിച്ചത്, ഒറ്റ പ്രാവശ്യം. ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി, ഈ 3 വാക്കുകൾ മർക്കോസ് ലീഹ തൻ്റെ സുവിശേഷത്തിൽ എഴുതുമ്പോൾ കർത്താവ് മറ്റ് മന്ത്രങ്ങളൊന്നും പറഞ്ഞില്ല എന്നറിയിക്കാനാണ്. എല്ലാവരും അവരുടെ ഭാഷയിൽ ഉപയോഗിച്ച ചില വാക്കുകളാണ് കർത്താവ് പറഞ്ഞതെന്ന് ജനത്തെ അറിയിക്കുവാൻ വേണ്ടി മർക്കോസ് ലീഹ ഇതെല്ലാം എഴുതിയിരിക്കുകയാണ്. പിതാക്കന്മാർ എഫാഥ എന്ന് പറയുന്ന വാക്കിന് ഏഷ്യാവിലുള്ള ചില വാക്കുകളുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ഏഷ്യാ പ്രവാചകനെ നമുക്കറിയാം. യേശുമ്പുരാൻ ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പേ പ്രവചനം നടത്തിയ പ്രവാചകനാണ് ഏഷ്യ. അദ്ദേഹം കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ജനിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുമെന്ന് പറയുകയാണ്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവിൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. കണ്ടോ, കുരുടന്മാരുടെ ചെവി തുറക്കും, ഊമൻ സംസാരിക്കും. ഈ പ്രവചനമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ നിറവേറിയത്. അവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, കണ്ണ് തുറന്നു വരും. യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിലും 5-ാമത്തെ വാക്യത്തിൽ കണ്ണു തുറക്കും, ചെവി തുറക്കും, അധരം തുറക്കുമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, എനിക്കിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്, വേദപുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തുറന്നു വന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ ചിന്താവിഷയം ഇന്ന് ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, വേദപുസ്തകമുള്ളവർ ഒന്നെടുക്കുന്നത് നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അടുത്ത വാക്ക് എന്താ? ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു. യെശയ്യാവ് പറയുകയാണ്, യേശുമ്പുരാൻ ജനിക്കുമ്പോൾ കണ്ണു തുറക്കും. അപ്പോൾ ഈ ഏദൻ തോട്ടത്തിൽ അന്ന് കണ്ണു തുറന്നു എന്ന് പറയുന്നത് എന്താണ്? ഹവ്വ പഴം പറിച്ച് സ്വയം ഭക്ഷിച്ചു, ആദാമിന് കൊടുത്തു. അത് കഴിഞ്ഞ ഉടനെ അവരുടെ കണ്ണ് തുറന്നു. നമ്മുടെ ചോദ്യം ഇതാണ്, കണ്ണ് തുറന്നപ്പോൾ അവരെന്ത് കണ്ടു? നഗ്നതയാണ് കണ്ടത്. അപ്പോൾ ഇതിനു മുന്നേ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നോ? ഇതിനു മുന്നേ കണ്ണ് തുറന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? ആ കണ്ണാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ പുരോഹിതന്മാർ തൂയവോ ശുശ്രൂഷ നടത്തുമ്പോൾ മുട്ടുകുത്തിയിട്ട് പറയും, ആന്തരിക കൈകൾ നീട്ടിക്കൊണ്ട് ദൈവമേ, വികലമായ എൻ്റെ നോട്ടങ്ങളെയും കേൾക്കാൻ പാടില്ലാത്തത് വലുതും കേട്ടതിനെയും ഈ നാവ് കൊണ്ട് വഷളായി സംസാരിച്ചതിനെയും എൻ്റെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മ്ലേച്ഛതകളെയും എന്നോട് പുറത്ത് ആന്തരിക നയനങ്ങളെ തുറക്കണമേ. ഒരു പ്രാർത്ഥനയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ചോ മാനവകുലം പാപം ചെയ്തപ്പോൾ ഒരു നയനം അടഞ്ഞുപോയി. ഏത് നയനമാണ്? ആന്തരിക നയനം.
അതിനൊരു പ്രത്യേകതയുണ്ട്. എവിടെ ഇരുന്നാലും ദൈവത്തെ കാണും. പൊട്ടക്കിണറ്റിലിരുന്ന ദൈവത്തെ കാണും, കാരാഗ്രഹത്തിലിരുന്ന ദൈവത്തെ കാണും, സിംഹക്കുഴിയിലിരുന്നാൽ ദൈവത്തെ കാണും, തീച്ചൂളയിലിരുന്നാൽ ദൈവത്തെ കാണും, കാലിത്തൊഴുത്തിലിരുന്നാൽ ആരെ കാണും? ദൈവത്തെ. കാറും കോളും ഇളകി വരുന്ന തിരമാലകളിൽ ദൈവത്തെ കാണും. ആ കണ്ണ് എന്നേക്കുമായി അടഞ്ഞുപോയി. അതുകൊണ്ട് ഏശയ്യാവ് പ്രവചിക്കുകയാണ്, മക്കളെ, യേശു തമ്പുരാൻ വരുമ്പോൾ അന്നടഞ്ഞുപോയ കണ്ണ് വീണ്ടും തുറക്കും. ആ കണ്ണ് തുറക്കും. ഈ പരിശുദ്ധമായ നോമ്പിൽ നമുക്ക് കണ്ണ് തുറക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് എന്നെ പറ്റിയെന്നറിയാമോ? ഇന്ന് നമുക്ക് ഈ നഗ്നനേത്രങ്ങളാണ് തുറന്നത്. ഈ കാഴ്ച വല്ലാതെ കൂടി. ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എൻ്റെ നോട്ടം പ്രശ്നമായി. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പറയാറുള്ളതാണ്. ഞങ്ങളുടെ പള്ളിയിൽ പുതിയ വികാരി അച്ഛൻ വരികയും, ഇന്ന് ഞാൻ സൺഡേ സ്കൂളിൽ എനിക്ക് വന്ന് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. പുതിയ വികാരി അച്ഛൻ വന്നു, കുർബാന അർപ്പിച്ചു. ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് നേരമൊക്കെ ശ്രദ്ധിച്ചു. പുതിയ അച്ഛനല്ലേ, ശ്രദ്ധിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ തിരികെ പോവുകയാണ്. അപ്പോൾ സൺഡേ സ്കൂളിലെ 2 അധ്യാപകർ അവരെൻ്റെ മുമ്പിൽ പുതിയ അച്ഛനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം അതിലൊരു ടീച്ചർ പറഞ്ഞു, നമ്മുടെ അച്ഛൻ്റെ കൈക്ക് എന്തോ കുഴപ്പമുണ്ട്. ഇത് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് വരുമോ ഇല്ലയോ? വെറും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് നല്ല ഇൻട്രസ്റ്റ് വന്നു. ഞാൻ എൻ്റെ പുറകിൽ നടന്നപ്പോൾ ഞാൻ നന്നായി ശ്രദ്ധിച്ചു. മറ്റേ ടീച്ചർ ചോദിച്ചു, ഇത് നീ എങ്ങനെ അറിഞ്ഞ്? അച്ഛൻ്റെ കൈക്ക് കുഴപ്പമുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞത്? അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ശോശപ്പ ആഘോഷിച്ചപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. മറ്റേ ടീച്ചർ പറഞ്ഞില്ല, ശോശപ്പ ആഘോഷിച്ചപ്പോൾ വെറുതെ വടി പോലെ കൈ ഇങ്ങനെ പോകുന്നതല്ലാതെ കൈ എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ ആവാസമൊന്നും വരുന്നില്ലെന്ന്. ഞാൻ ഇന്ന് വരെ ഇതൊന്നും കണ്ടിട്ടില്ല പള്ളിയിൽ പോയിട്ട്. ശോശപ്പ ആഘോഷിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ ഇത് കയറി. ശോശപ്പ ആഘോഷിക്കുമ്പോൾ അച്ഛൻ്റെ കൈ വടി പോലെ. അടുത്ത ഞായറാഴ്ച സാധാരണ കുട്ടികളെല്ലാം വർത്തമാനം പറയുന്ന, എനിക്ക് മാറ്റം വന്നു കേട്ടോ. ഞാൻ ഈ പുതിയ അച്ഛൻ്റെ കയ്യിൽ മാത്രമാണ് എൻ്റെ ശ്രദ്ധ. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, ഈ ശോശപ്പ എവിടെ ആഘോഷിക്കുന്നു ഒന്നും അറിയത്തില്ല, ശോശപ്പ തന്നെ അറിയത്തില്ല. അങ്ങനെ ഇരുന്നു. നിങ്ങൾക്കെല്ലാം സമാധാനം, ഒരു കുഴപ്പമോ എനിക്ക് കാണാൻ പറ്റിയില്ല. കർത്താവ് പ്രിയമുള്ളവരെ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ശോശപ്പ ആഘോഷിക്കുന്ന ഭാഗം വന്നപ്പോൾ ശ്രദ്ധിച്ചു ഞാൻ, അച്ഛൻ്റെ കൈക്ക് കുഴപ്പമുണ്ട്. ഇങ്ങനെ വടി പോലെ നിൽക്കുക, വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അന്ന് മാറിയതാണ് എൻ്റെ കാഴ്ച. ഈ പള്ളി പോയാൽ നമ്മൾ ഇതൊക്കെ കാണും. അച്ഛനെ കാണും, ശുശ്രൂഷകരെ കണ്ടു, അല്ലേ? ദൂക്കുറ്റി വീശിയതൊക്കെ നമുക്കിപ്പോഴും അറിയാം. ഇങ്ങനെ കറങ്ങി വന്നതൊക്കെ നല്ല രസമായിരുന്നു. പാട്ടുപാടിയവരും അതിൻ്റെ ഇടയ്ക്ക് കൂടെ നിന്നവരുടെ സാരിയും എല്ലാം കണ്ടു. പക്ഷേ വേദപുസ്തകത്തിൻ്റെ പഴയ നിയമം അവസാനിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവം ഒരു ചോദ്യം പറഞ്ഞിട്ട് 400 വർഷം മിണ്ടാതിരുന്നു. ദൈവം പറഞ്ഞ ചോദ്യം എന്താണെന്നറിയാമോ? നീ എല്ലാം കണ്ടെങ്കിലും എന്നെ മാത്രം കണ്ടില്ലല്ലോ. നീ പള്ളി വന്നിട്ട് എന്നെ മാത്രം കണ്ടില്ലല്ലോ. നീ കണ്ടു, ഇതൊക്കെ കണ്ടു, പക്ഷെ എന്നെ മാത്രം നീ കണ്ടിട്ടില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നാളുകൾ ഞാൻ അച്ഛനായിട്ടും ഈ കാഴ്ചയ്ക്കൊന്നും വ്യത്യാസം വന്നില്ല. അന്ന് ആ ടീച്ചറിലൂടെ എനിക്ക് കിട്ടിയ ഒരു കാഴ്ചയുണ്ട്. ഇതാ ഈ കണ്ണ് തുറന്നാലുള്ള പ്രശ്നം. ഈ കണ്ണ് തുറന്നാൽ ഇവിടെ ഇരിക്കുന്നതെല്ലാം കുറ്റമാണ്, ഇവിടെ ഇരിക്കുന്നതെല്ലാം പ്രശ്നമാണ്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, വേദപുസ്തകം പഠിക്കുമ്പോൾ പൊട്ടക്കിണറ്റിലും കാരാഗ്രഹത്തിലും സിംഹക്കുഴിയിലും തീച്ചൂളിയിലും കാലിത്തൊഴുത്തിലുമെല്ലാം ദൈവത്തെ മാത്രം കണ്ട ചിലരുണ്ട്. അതാണ് നമുക്ക് നഷ്ടമായത്. ആന്തരിക നയനങ്ങൾ അടഞ്ഞുപോയപ്പോൾ നഷ്ടമായത് ഇതാണ്. ദൈവത്തെ മാത്രം കാണാനുള്ള കണ്ണില്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. പള്ളികളിൽ നാളുകളായിട്ട് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വരുന്നുണ്ട്. കണ്ടോ ദൈവത്തെ? ദൈവത്തെ മാത്രം കണ്ടില്ല. ഇത് വരുമ്പോഴുണ്ട്. മാലാഖയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, പള്ളി വരുന്നവരെ കണ്ടിട്ട് സാത്താൻ കൈയടിക്കുമെന്ന്. ഇന്നിവിടെ ഇരിക്കുന്നവരെ ദൈവത്തെ ഇവിടെ കാണാൻ പറ്റിയില്ലെങ്കിൽ സാത്താൻ കൈയടിക്കും. മാലാഖയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുക, എങ്ങനെയൊക്കെ പള്ളി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചാൽ ശാപമാണ്. കാണേണ്ടവനെ കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പള്ളി വന്നാൽ കാണണം.
അതിന് പുരോഹിതൻ തുയോബോ ശുശ്രൂഷയിൽ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ആന്തരിക നയനങ്ങൾ തുറക്കാമോ, കാഴ്ച കാണാൻ, നിന്നെ കാണണം, എനിക്ക് അറിയാൻ പറ്റണം, അനുഭവിക്കാൻ പറ്റണം. ഇന്ന് നമ്മൾ എഫാത്ത തുറന്നു വരിക എന്ന് ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ, 4 ഭാഗങ്ങൾ, തുറന്നു എന്ന് കാണുന്ന 4 വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഒന്ന് റെഫറൻസ് എഴുതി വെച്ചാൽ നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാമത്തെ വാക്യം. പിന്നെ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 19-ാം വാക്യം. ദൈവം അവളുടെ കണ്ണു തുറന്നു. മതി. ദൈവം അവളുടെ കണ്ണു തുറന്നു. ഇച്ചിരൂടെ മുന്നോട്ട് മറിക്കാമോ? സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം 31-ാം വാക്യം. അപ്പോൾ യഹോവ ബിലെയാമിൻ്റെ കണ്ണു തുറന്നു. അപ്പോൾ യഹോവ ബിലെയാമിൻ്റെ കണ്ണു തുറന്നു. ഇച്ചിരൂടെ മുന്നോട്ട് മറിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം. പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു. ഏത് കണ്ണാ? ഇതൊക്കെ ഏദൻ തോട്ടത്തിൽ വെച്ച് അടഞ്ഞു പോയ കണ്ണാ കേട്ടോ. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു. പുതിയ നിയമത്തിൽ കുറച്ച് ഭാഗവും കൂടിയുണ്ട്. 5-8 ഭാഗങ്ങളുള്ളതിൽ സമയപരിമിതി മൂലം ഞാൻ കുറയ്ക്കുകയാണ്. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 31-ാം വാക്യം. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ ഈ കണ്ണ് തുറക്കാതെ ഒരിക്കലും അറിയാൻ പറ്റില്ല, കണ്ണു തുറക്കാതെ ഒരിക്കലും അനുഭവിക്കാൻ പറ്റില്ല. ആകയാൽ ഈ 4 കാര്യങ്ങൾ വേദപുസ്തകത്തിൽ കണ്ണു തുറന്നു എന്ന് വളരെ കൃത്യമായി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള 4 കാര്യങ്ങൾ ഇന്ന് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ധ്യാനിക്കാമെന്ന് ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? ഒന്ന് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാം. എൻ്റെ നാമത്തിൻ്റെ സ്മരണ പുതുക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. മഴ പെയ്യാതിരിക്കുമ്പോൾ, വെട്ടുക്കിളി ദേശത്തെ നശിപ്പിക്കുമ്പോൾ, മഹാമാരി വരുമ്പോൾ, ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിങ്ങൾ കൂടി വരണം. നിങ്ങൾ ഹൃദയത്തെ താഴ്ത്തി അനുതാപവാക്യത്തോടെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുമെന്നരുളിയ ദൈവമേ, ഇന്ന് ഞങ്ങളിവിടെ കൂടിയിരിക്കുമ്പോൾ അവിടെ നിങ്ങളെ കാണുന്നു, അറിയുന്നു, കേൾക്കുന്നു. ദൈവമേ, തന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇത്രമേൽ അടുത്തു വന്ന് ഉത്തരമരുളുന്ന ദൈവം മറ്റേത് ജനതയ്ക്കുള്ളതാണ് എന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ്. ഈ ജനതയുടെ പ്രത്യേകത, ദൈവം അടുത്തു വരും, പ്രാർത്ഥന കേൾക്കും. യെരമ്യായുടെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നിന്നോട് ഉത്തരമരുളും, അഗോചരമായ കാര്യങ്ങൾ നിനക്ക് കാണിച്ചു തരും. എൻ്റെ കർത്താവേ, ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഈ കണ്ണിൻ്റെ കാഴ്ച മങ്ങി ആന്തരിക നയനങ്ങൾ തുറന്ന് ഒരു കർത്താവിനെ ഇന്ന് കാണാൻ കഴിയണം. അവനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അവനെ അറിഞ്ഞു, അത് യേശുവാകുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. അത് യേശുവാണ്. ഓ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ നയനങ്ങൾ തുറക്കണമേ. തുറന്നു വരിക എന്ന് അവിടുന്ന് കൽപ്പിച്ച എഫാത്ത, ആ വചനം ഞങ്ങളുടെ മേൽ അയക്കണമേ. എന്ന് ഞങ്ങളിൽ അടഞ്ഞുപോയിട്ടുള്ള ദൈവിക നൽവരങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമേ. ഇതാ ഞങ്ങളെ തന്നെ തരുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, സ്നേഹമുള്ളവരെ, ആദ്യത്തെ വചനമാണ് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ
നമുക്കെല്ലാവർക്കും അറിയാം, അബ്രഹാമിന് വാഗ്ദാന സന്താനമുണ്ടായി. ഇസ്ഹാക്ക് ജനിച്ചു. ഇസ്ഹാക്ക് ജനിച്ചപ്പോൾ ആ ഭവനത്തിലുണ്ടായിരുന്ന ദാസിയായ ഹാഗാറും അവളുടെ കുഞ്ഞായ ഇസ്മയിലും അവിടെ അനിഷ്ടയായി തീർന്നു. സാറ പറഞ്ഞു, ഇവളെ എവിടെയെങ്കിലും കൊണ്ട് കളയണം, ഇല്ലെങ്കിൽ ഈ കുഞ്ഞും കൂടെ അവകാശിയായി വരും. അബ്രഹാമിന് ആകെ പ്രയാസമായി. എന്നാൽ ദൈവം ഇടപെട്ടു. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഈ ബാലൻ്റെ നിമിത്തവും നിന്റെ ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നണ്ട. സാറ പറഞ്ഞതുപോലെ അവിടെ വാക്ക് നീ കേൾക്കുക. ഇസ്ഹാക്കിൽ നിന്നല്ലോ വാഗ്ദാന സന്താനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ നിന്റെ ദാസിയെയും അവൻ്റെ മകനെയും ഞാൻ ഒരു വലിയ ജാതിയാക്കുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്തതനുസരിച്ച് അബ്രഹാം രാവിലെ എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുഞ്ഞിനെയും കൊടുത്ത് അവളെ അയച്ചു. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൻ്റെ അവസാന ഭാഗം. അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉടന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം തീർന്നു. തുരുത്തിയിലെ വെള്ളം തീർന്നു. ശ്രദ്ധിച്ചാൽ അറിയാം, ഹാഗാറിന് മരുഭൂമിയിൽ ഇപ്പോഴുണ്ടായിരുന്ന ഒരാശ്രയം ഏതായിരുന്നെന്ന് അറിയാമോ? തുരുത്തിയിലെ വെള്ളം. എപ്പോഴും ശ്രദ്ധിച്ചോ, നമ്മൾ വെക്കുന്ന പല ആശ്രയങ്ങളും ഇല്ലാതാവും, അത് മാഞ്ഞു പോകും. ഹാഗാറിൻ്റെ ജീവിതത്തിൽ തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ അഗാധമായ ദുഃഖം, സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോവീര്യം നഷ്ടപ്പെട്ട രീതിയിലുള്ള സങ്കടം. എനിക്കറിയാമോ, ചില ആൾക്കാർക്കൊരു പ്രത്യേകത ഉണ്ട്, എപ്പോഴും സങ്കടം, എപ്പോഴും സങ്കടം, എന്നും കരച്ചിൽ, എന്നും ദുരിതം മാത്രം. ചില ആൾക്കാരുടെ പ്രത്യേകത, അവർക്ക് ഈ സങ്കടം ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ആത്മീകമായിട്ട് ദൈവം തരുന്ന ചില സങ്കടങ്ങളുണ്ട്, അതല്ല ഞാൻ ഈ പറയുന്നത്. ചില ആൾക്കാർ ഇങ്ങനെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കും. ഞാൻ ഈ അട്ടപ്പാടിയിൽ ചെന്ന് വൈദികനായി 2005 വൈദികനായി 2008 എനിക്ക് സങ്കടം. ഞാനിങ്ങനെ ചോദിക്കുകയാണ്, കോട്ടയത്ത് കിടന്ന എനിക്കേത് നേരത്തിങ്ങനെ തോന്നി ഒരു വൈദികനാകാൻ? ഏത് സമയത്തിങ്ങനെ തോന്നി? വലിയ പ്രയാസം, വലിയ സങ്കടം. ആശ്രയിക്കാവുന്നവരില്ല, ആശ്വസിക്കാവുന്നവരില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വലിയ ഒറ്റപ്പെട്ട കയത്തിൽ അകപ്പെട്ടതുപോലെ വല്ലാത്ത പ്രയാസം. ഞാൻ വളരെ വാവിട്ട് കരഞ്ഞു. അട്ടപ്പാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്നാണെന്നറിയാമോ? ആരുമില്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട് അട്ടപ്പാടിയിൽ. അന്ന് 45 ഏക്കർ നരസിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കുണ്ട്. 45 ഏക്കർ സ്ഥലം, ആരുമില്ല, ആന മാത്രം വരുന്ന സ്ഥലം. അവിടെയൊക്കെ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. വാവിട്ടോ നിലവിട്ടോ എങ്ങനെ വേണേലും കരയാം. അവിടെ വാവിട്ട് കരഞ്ഞു. അങ്ങനെ പ്രിയമുള്ളവരെ, സങ്കട ശബ്ദമെല്ലാം ഉയർത്തി ഞാനിങ്ങനെ കിടന്ന സമയത്ത് എനിക്കൊരു കാഴ്ച കിട്ടി. അതിൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ചു. ഞാൻ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. 2 കുഞ്ഞുങ്ങളെ 2 അമ്മമാർ ഉറക്കാൻ കിടത്തി. 2 സ്ഥലത്താണ്, പായിൽ ഇങ്ങനെ ഉറക്കാൻ കിടത്തിയിരിക്കുക. ഒരമ്മ ഇങ്ങനെ കാറ്റെന്നും അതും ഇതുമൊക്കെ പറഞ്ഞിങ്ങനെ ഉറക്കുകയാണ്. താരാട്ട് പാടി ഉറക്കി. കുഞ്ഞുങ്ങൾ കിടന്നു, 2 പേരും ഉറങ്ങി. പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? 2 പായിലും നല്ല കട്ടൻ ഉറുമ്പ്, കടിക്കുന്ന ഉറുമ്പ് കയറി വരിക. അമ്മമാരവിടെയില്ല. ഈ 2 കുഞ്ഞുങ്ങളെയും ഈ ഉറുമ്പ് വന്ന് കടിച്ചു. അപ്പോൾ അവർ 2 കുഞ്ഞുങ്ങളും ഉറക്കമുണർന്ന് നന്നായിട്ട് വാവിട്ട് കരഞ്ഞു. ഉടനെ അമ്മമാർ ഓടിയെത്തി. ഒരമ്മ ഈ ഉറുമ്പിനെ കണ്ട, അയ്യോ, എൻ്റെ കൊച്ചിൻ്റെ ദേഹം മൊത്തം ഉറുമ്പാണല്ലോ, തൂത്തുകളെ. എന്നിട്ട് ആ കൊച്ചിനെ കരച്ചിൽ നിർത്താൻ വേണ്ടി എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുക. നോക്കിയേ, ദേ നല്ല കൊടി കണ്ടോ? കൊച്ചതേ നോക്കും, പിന്നെയും കരയും. അപ്പുറത്ത് കാക്കയെ കാണിച്ചു, നോക്കി, പിന്നെയും കരയും. പുറത്തോട്ട് കൊണ്ടുപോയി പലതും കാണിച്ചു, പിന്നെയും കരയുക. എന്ത് ചെയ്തിട്ടും കരച്ചിൽ. ഇവിടെ ഒത്തിരി അമ്മമാരായിരിക്കുന്നത്. എന്ത് ചെയ്തിട്ടും കരച്ചിൽ നിൽക്കുന്നില്ല. നമ്മൾ എന്തെല്ലാം ശ്രമിച്ചിട്ടും പിന്നെ കരയുക. ഞാനൊരു ചോദ്യം,
നിങ്ങൾ എന്തു ചെയ്യും? ഈ കൊച്ചിനെ എന്തു ചെയ്യും? അമ്മച്ചിമാർ ചിരി മാത്രമേ ഉത്തരവുള്ളൂ. അവർ പണ്ട് ചെയ്തതൊക്കെ ഓർക്കുന്നുണ്ട്. അവിടെ എങ്ങാനും കിടന്ന് കരയാൻ പറയുമല്ലേ? അവിടെ കിടന്ന് കരയട്ടുന്നു. അപ്പോൾ ആ അമ്മ മടുത്തിട്ട് ആ കൊച്ചിനെ എന്ത് ചെയ്തു? അവിടെ ഇട്ടു. ഇത് കുറച്ചു നേരം കരയാൻ പറ. എന്നാൽ പ്രിയമുള്ളവരെ, മറ്റേ അമ്മയെ കണ്ടപ്പോഴേ ഉറുമ്പ് കടിക്കുന്ന കൊച്ച് ചിരിച്ചു കാണിച്ചു. അമ്മയെ കണ്ടപ്പോഴേ ഉറുമ്പ് കടിച്ചുകൊണ്ടിരുന്ന കൊച്ച് അമ്മയെ എന്ത് ചെയ്തു? ചിരിച്ചു കാണിച്ചു. വീണ്ടും ചോദ്യം, ഒത്തിരി അമ്മമാരുണ്ട്. ഈ കൊച്ചിനെ നമ്മൾ എന്തു ചെയ്യും? കറക്റ്റാണ്. ചുണ്ട് നോക്കുമ്പോൾ അറിയാം. എടുത്ത് എന്തു ചെയ്യും? ഉമ്മ കൊടുക്കും. ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ദൈവം എന്നോട് പറയുക, എടാ, ഈ പൊട്ടക്കിണറും തീച്ചൂളയും തുരുത്തിലെ വെള്ളമൊക്കെ തീരും. പക്ഷേ നിന്നെ വിളിച്ച ഒരാളുണ്ട്, അവൻ തീർന്നു പോകാത്തവനാണ്. അവൻ നിൻ്റെ ഒപ്പമുണ്ട്. എപ്പോഴെങ്കിലും അവനെ നോക്കി ഒന്ന് ചിരിക്കാൻ പറ്റിയാൽ അവൻ നിനക്ക് എന്ത് തരും? സ്നേഹ ചുംബനം. അക്കാൽവരി ചേർത്ത് പിടിച്ച സ്നേഹ ചുംബനം. നിങ്ങൾക്കറിയാമോ, ഹാഗാറിനോട് ദൈവം പറഞ്ഞു, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. അത് വായിക്കുമ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ചില വാക്യങ്ങൾ റിപ്പീറ്റഡാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. 2 പ്രാവശ്യം ഞാൻ കണ്ടു. അതെന്തിനാ ദൈവം അങ്ങനെ പറഞ്ഞേ? കണ്ടു. നമ്മുടെ പരാതി എന്നാണെന്നറിയാമോ? എന്നെ കാണാൻ ആരുമില്ലല്ലോ. ഈ വീട്ടിൽ എന്നെ അറിയാൻ ആരുമില്ലല്ലോ, കാണാൻ ആരുമില്ലല്ലോ. ഞാനില്ലായക നീ കണ്ടെന്നെ. എവിടെയാ പാടുന്നതെന്നറിയാവോ? സ്ത്രീകളുടെ ശവസംസ്കാരത്തിൻ്റെ അവസാനം ഇങ്ങനെ പെട്ടി കിടക്കുക. ജീവിച്ച നാൾ മുഴുവൻ പരാതിയായിരുന്നു. ഈ ദുരിതം കഷ്ടപ്പാടൊന്നും കാണാൻ ആരുമില്ലല്ലോ. ഇപ്പൊ പെട്ടിക്കിടക്കുമ്പോൾ പാടുകയാണ്, ഞാനില്ലാതിരുന്നപ്പോൾ നീ കണ്ടെന്നെ, കൃപയാൽ ഇപ്പോൾ നിന്റെ അടുക്കലേക്ക് എന്നെ ചേർക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഒരിടത്ത് ധ്യാനം നടത്തിയപ്പോൾ നമ്മളെ ആദ്യം കണ്ടത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പിള്ളേർ നല്ല ശ്രദ്ധിച്ചിരിക്കുക. അതിൽ ഒരുത്തൻ പറഞ്ഞു, അച്ഛൻ നേഴ്സാണെന്ന് പറഞ്ഞു. ആദ്യം കണ്ടത് ആരാ? നേഴ്സാണോ? ആദ്യം കണ്ടത് ആരാണ്? ദൈവം. എപ്പോൾ കണ്ടു? ജെരമ്യായോട് ദൈവം പറഞ്ഞു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ എനിക്കറിയാവിടാ നിന്നെ. ഐ നോ യു. ഒരു ദൈവമുണ്ട് കേട്ടോ. വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നവർ ഓർക്കണം, നിന്നെ ഈ ഭൂമിയിൽ ഉരുവാക്കുന്നതിന് മുന്നേ ഉള്ളം കയ്യിൽ ഇങ്ങനെ ദൈവം വരച്ചു വെച്ച് കണ്ടു. യെശയ്യാവ് 49:15 പറയാണ്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും നിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉള്ളം കയ്യിൽ ഇങ്ങനെ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ ഉള്ളം കൈ. നീ ജനിക്കുന്നതിന് മുന്നേ ഉള്ളം കൈയെ ദൈവം വരച്ചു. യെരമ്യാവോട് ദൈവം പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുന്നേ നിന്നെ കണ്ടു. എന്നിട്ട് ദൈവം യെരമ്യാവിനെ കണ്ടിട്ട് അവൻ്റെ രൂപവും ഭാവവും അവൻ്റെ ബലഹീനതകളും അവൻ്റെ എല്ലാം കണ്ടു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. യെരമ്യാവ് ജനിക്കുമോ? യെരമ്യാവ് ജനിക്കുമോ? ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ജനിക്കുമോ ഇല്ലയോ? ഇല്ല. പിന്നെ എപ്പോൾ യെരമ്യാവ് ജനിച്ചു? ഇത് കണ്ടിട്ട് അട്ടപ്പാടിയിൽ ചെന്ന് എന്നെ ദൈവം കണ്ടിട്ട് പറഞ്ഞടാ, നിന്റെ കുഴപ്പമല്ല എനിക്കറിയാം, ഐ നോ യു. നിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. 1 അല്ല 2 അല്ല, ഒരു 100 വട്ടം ഇഷ്ടമായി എന്ന് ദൈവത്തിൻ്റെ മനസ്സിൽ ആ സമ്പൂർണത വന്നപ്പോൾ അറിയാതെ പറഞ്ഞു, ഉണ്ടാകട്ടെ.
അപ്പോഴാണ് ഒരു അപ്പനെയോ അമ്മയോ എനിക്ക് കിട്ടിയത്. എൻ്റെ ചോയ്സ് അല്ല. ആദ്യം കണ്ടതാരാണ്? ആദ്യം കണ്ടത് ദൈവം. ആദ്യം അറിഞ്ഞതാരാണ്? ആദ്യം മനസ്സിലാക്കിയതാരാണ്? ആ ദൈവം. അതാണ് സ്ത്രീകളുടെ ശവസംസ്കാരത്തിൽ പറയുന്നത്, ഞാനില്ലായകെ എൻ്റെ ദൈവമേ നീ കണ്ടല്ലോ. ഈ വീട്ടിൽ സമയമില്ലാതെ ഓടി നടന്നവളാണ്. നിന്നെ മാത്രം കാണാൻ പറ്റിയില്ല, എനിക്ക് നിന്നെ മാത്രം കാണാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും ഇതാ ഈ ബോഡി ഇങ്ങനെ എടുക്കാൻ പോവുക. ഇപ്പോഴെങ്കിലും ദൈവമേ നീ എന്നെ കണ്ട് ഒരു കൃപ എനിക്ക് തരണം, എനിക്ക് നിന്നോട് ചേരണം. നീ എന്നെ കണ്ടു. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറയാണ്, ഇസ്രായേലേ കണ്ടടാ, നിന്നെ കണ്ടു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വല്ലാത്ത സങ്കടത്തിലിരിക്കുന്നവർ ഓർക്കണം, അതിഭയങ്കരമായ സങ്കടം നമ്മുടെ കണ്ണുകൾ അടച്ചു കളയും. അതിഭയങ്കരമായ സങ്കടം ചില കുഞ്ഞുങ്ങളെ ഇട്ടേച്ചു പോകുന്ന പോലെ ദൈവം ഇട്ടിട്ട് പോകും. അതുകൊണ്ട് ഈ സങ്കടങ്ങളിൽ വിശ്വാസം വരണം. കണ്ടു. എന്നിട്ട് എന്നാ പറഞ്ഞത്? ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള കേട്ടു. അടുത്തത് എന്താണ്? 3 കാര്യങ്ങൾ: കണ്ടു, കേട്ടു, അറിഞ്ഞു. കാണണമെങ്കിൽ എന്ത് വേണം? കണ്ണ്. കേൾക്കണമെങ്കിൽ ചെവി. അറിയണമെങ്കിലോ ഹൃദയം. എപ്പോഴും ഓർത്തോ, ഈ പള്ളിയിൽ 3 വാഗ്ദാനം കേട്ടോ. അതുകൊണ്ട് ഈ പള്ളിയിൽ ഇങ്ങനെയൊക്കെ ഒന്നിച്ചു കൂടിയിരുന്നുള്ള വാഗ്ദാനമാണ്. 3 കാര്യം ദൈവം തരും. 2 ദിനവൃത്താന്തം 7:14 എൻ്റെ ഭാഗമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 2 ദിനവൃത്താന്തം 7:14, 15 വായിച്ചാൽ അറിയാം, ദൈവത്തിൻ്റെ കണ്ണ് എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ദേവാലയം. ദൈവത്തിൻ്റെ ചെവി എപ്പോഴും ഉണ്ട്. ദൈവത്തിൻ്റെ ഹൃദയം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ഹന്ന വല്ലാത്ത സങ്കടമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ അടുക്ക ചെന്നപ്പോഴേ ദൈവം സങ്കടം കണ്ടു, കേട്ടു, അറിഞ്ഞു. എല്ലാം ദൈവം അറിഞ്ഞു. ആകയാ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. യേശയ്യാവ് യേശു തമ്പുരാൻ ജനിക്കുന്നതിന് മുന്നേ ഒരു പ്രവചനം പറഞ്ഞു. അനേക മക്കൾക്ക് ദൈവത്തെ മറഞ്ഞു പോകും. ദൈവം മറഞ്ഞു പോകും. എന്താ കാരണമെന്നറിയാമോ? അനേക കുടുംബങ്ങളിൽ ദൈവം മറയാനുള്ള കാരണം യേശയ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 22-ാം വാക്യം. ദൈവം മറഞ്ഞു പോകാനുള്ള കാരണം ഇതാണ്: അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവുമുള്ള തിമിരം. എന്താ ഈ തിമിരം എന്ന് പറഞ്ഞാൽ അറിയാമോ? കണ്ണിനുണ്ടാകുന്ന ഒരു മൂടലാണ്, അല്ലേ? യേശയ്യാവ് പറയുകയാണ്, ജനത്തിൻ്റെ കഷ്ടം, സങ്കടം, അന്ധകാരം ഇതെല്ലാം മൂലം തിമിരം പിടിക്കും. അവരുടെ കാഴ്ച പോകും, കാഴ്ച മങ്ങും. എന്നാൽ യേശയ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായമാണ് യേശു ജനിക്കുമെന്ന് പ്രവചിച്ച ആദ്യത്തെ തുടക്കം. യേശയ്യാവിൻ്റെ പുസ്തകം 9-ന്റെ 1-ാം വാക്യം എങ്ങനെയാണ് തുടങ്ങുന്നത്? എന്നാൽ കഷ്ടതയിരുന്ന ജനത്തിന് തിമിരം നിൽക്കത്തില്ല. കഷ്ടതയിരുന്ന ജനത്തിന് തിമിരം നിൽക്കത്തില്ല. ഒരു ദൈവം നിനക്ക് വേണ്ടി പിറക്കാൻ പോകുന്നു. ഒരു ദൈവം പിറക്കുകയാണ്. എന്നിട്ട് താഴോട്ട് വായിച്ച 6-ാമത്തെ വാക്യം എന്തായിരുന്നു? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ, ആധിപത്യം അവൻ്റെ തോളിൽ. തോളിന്മേലല്ല, തോളിൽ കേട്ടോ. തോളിന്മേൽ ഉപയോഗിച്ച് എവിടെയാണെന്നറിയാമോ? 100 ആടിനെ കാണാതെ തോളിന്മേലിട്ടു. എപ്പോഴും ഓർത്തു, അനുദപിക്കുന്ന പാപിയെ ദൈവം 2 തോളിൽ വിടും. സർവ്വപ്രപഞ്ചത്തെ ചുമക്കാൻ ഒരു തോള് മതിയെന്ന്. സർവ്വപ്രപഞ്ചത്തെയും ചുമക്കാൻ ഒരു തോള്. എന്നാൽ അനുദപിക്കുന്ന പാപിയെ 2 തോളിലും ഇടുന്ന ഒരു ദൈവം അവിടെ പറയുകയാണ്. അവൻ എന്തു ചെയ്യുന്നു? ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കും. ആകയാ പ്രിയമുള്ളവരെ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഒരു കാര്യം വിശ്വസിക്കണം. ഒരു യേശു തമ്പുരാൻ നിൻ്റെ അടുത്തുണ്ട്. നീ ഉണ്ടാകുന്നതിന് മുന്നേ നിന്നെ കണ്ടവൻ. ആരും നിന്നെ മനസ്സിലാക്കാതെ നിന്നെ നൊമ്പരപ്പെടുത്തി തള്ളി മാറ്റുമ്പോൾ ആരും പ്രയാസപ്പെടരുത് കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയൊന്നും നമ്മളെ മനസ്സിലാക്കുന്നില്ല.
ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മക്കൾക്ക് മനസ്സിലാവുന്നില്ല. ഈ അടുത്ത കാലത്തിലെ ഒരു യുവാവ് എത്രയോ പേരെയാ ഒറ്റയടിക്ക് കൊന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. സങ്കടപ്പെടേണ്ട. നമ്മളെ അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അത് മതി എന്ന് പറയാൻ പറ്റുന്നതാണ് കാഴ്ച കേട്ടോ. അത് മതി എന്ന് പറയാൻ പറ്റുന്നതാണ് കാഴ്ച. അങ്ങനെ പ്രിയമുള്ളവരെ, യേശയ്യാവ് പ്രവചിക്കുകയാണ്. എന്താ പ്രവചിച്ചത്? നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് ഒപ്പം വരും, അവൻ ജനിക്കും, ഒരു കർത്താവ് വരും. അത് വന്നപ്പോഴാണ് പൗലോസ്ലീഹ എഴുതി, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ എഴുതുകയാണ്, കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ പരിഹാസങ്ങളോ. ബാക്കി എന്താ? യേശുവിൻ സ്നേഹത്തിൽ. എന്നിട്ടല്ലേ നമ്മൾ പിന്നെയും പിന്നെയും സങ്കടപ്പെടുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പൗലോസ്ലീഹ പറയുന്നത്. എത്രാം വാക്യമാണ് ഞാൻ പറഞ്ഞത്? 35-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഹാഗാരേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപിരിക്കുന്നത് എന്താണ്? അല്പം തുരുത്തിയിലെ വെള്ളമാണോ? അല്പം തുരുത്തിയിലെ വെള്ളമാണോ നിന്നെ വേർപിരിക്കുന്നത്? നെഞ്ചോട് ചേർത്ത് നിർന്ന അബ്രഹാം നിന്നെ ഉപേക്ഷിച്ചതാണോ നിന്റെ പ്രയാസം? ഹാഗാറിനോട് ദൈവം ചോദിക്കുകയാണ്. തിരിച്ച് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് പോകാം. ആകയാൽ ദൈവം അവളെ വിളിച്ചു, ഹാഗാരേ നിനക്കെന്ത്? ഹാഗാരേ നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട കേട്ടോ, നീ ഭയപ്പെടേണ്ട. നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം. അതിൻ്റെ 19-ാമത്തെ വാക്യം, ദൈവം അവളുടെ കണ്ണ് തുറന്നു. അപ്പോൾ എന്ത് കണ്ടു? എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റും നീരുറവയുണ്ട്. ഒരു പ്രത്യാശ വന്നേ. സങ്കടപ്പെട്ടിരിക്കല്ലേ. ദൈവം വാക്ക് മാറാത്തവനാണ്. കണ്ടു കണ്ടു എന്ന് ആവർത്തിച്ച് പറയുന്നവൻ, കേട്ടു എന്ന് പറയുന്നവൻ, അറിയുന്നു എന്ന് പറയുന്നവൻ നിന്റെ അടുത്തുണ്ട്. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവൻ അടികയുണ്ട്. അവൻ ചേർത്ത് പിടിക്കും, അവൻ നമുക്ക് നീരുറവ തുറക്കും. അതുകൊണ്ടാണ് യോസേപ്പ് ഇങ്ങനെ സന്തോഷിച്ചത്. ഞാൻ എൻ്റെ ഇടവപ്പള്ളി ചെല്ലുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നറിയാമോ? പള്ളിയിൽ 6:30-ക്ക് ചെല്ലുമ്പോൾ, ഞാൻ 6:30-ക്ക് ഇടവക പള്ളിയിൽ കോട്ടയത്ത് 6:30-ക്ക് ചെല്ലുമ്പോൾ 6 മണിയാകുമ്പോഴേ പള്ളിയിൽ 3 അമ്മച്ചിമാർ വരും. ചട്ടയും മുണ്ടും ഒക്കെ എടുത്ത് 3 അമ്മച്ചിമാർ ഒരു 6 മണിക്ക് എത്തിയിരിക്കുക. ഒരമ്മച്ചി അങ്ങേ അറ്റത്തിൽ നിന്ന് ഒരമ്മച്ചി ഓട്ടോറിക്ഷ പിടിച്ച് അടുത്തയാളെ വിളിച്ച് അവിടെ വീട്ടിൽ ചെന്നിട്ട് അവളെ ഒരുക്കി എൻ്റെ വീട്ടിൽ എൻ്റെ വെല്ലുമ്മച്ചി എല്ലാം ഓട്ടോറിക്ഷ കയറ്റി വെളുപ്പിനെ ചെല്ലും. അങ്ങനെ പള്ളിയിൽ അതിരാവിലെ 3 അമ്മച്ചിമാർ അവരൊക്കെ നേരം വെളുക്കുമ്പോൾ അന്വേഷിച്ചത് എന്താ? മൊബൈൽ ഫോണല്ല. നമ്മളിപ്പോൾ രാവിലെ തപ്പി നോക്കുന്നില്ല അല്ലേ? ഒരു നേരം വെളുത്തപ്പോഴേ അടുപ്പ് കത്തിച്ചില്ല. എങ്ങോട്ട് പോയി? പള്ളിയിൽ പോയി ദൈവത്തെ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ചെല്ലുമ്പോഴേ ഓടി വന്നിട്ട് ദേഹത്തെല്ലാം കയറി പിടിക്കും. അച്ഛനെപ്പോഴാണ് വന്നേ? 3 പേരൂടെ, എൻ്റെ വെല്ലുമിച്ചുണ്ട്. ഞാൻ പറഞ്ഞു വീട്ടിലിരുന്ന് പിടിച്ചതല്ലേ, പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് അല്ലെ ഇപ്പോൾ ഇവരെന്നെ ഓർക്കും പിടിച്ചില്ലെങ്കിൽ അല്ലേ. അപ്പോൾ ഒരു അമ്മച്ചി എന്നോട് പറയാം, എൻ്റെ അച്ഛാ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എന്താ സങ്കടം? എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഇതാണ് വലിയ സങ്കടം. ശരി, ഞാനിങ്ങനെ ആലോചിച്ചു. ഭർത്താവ് മരിച്ചിട്ട് 5-8 മാസമായി. മക്കളെല്ലാം അമ്മച്ചി പ്രാർത്ഥിച്ച് 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 എല്ലാം വിദേശമാണ്. സ്ഥലം ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൃത്യമായിട്ട് വരും. എല്ലാവരും വിദേശത്താണ്, വീട്ടിലാരുമില്ല. അപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല അച്ഛാ. എനിക്കൊരു മറുപടിയും പറയാൻ പറ്റിയിട്ടില്ല. വിശുദ്ധ കുർബാന കഴിഞ്ഞു. കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ
എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കിടപ്പുണ്ടായിരുന്നു, സ്നേഹിക്കാൻ ആരുമില്ല, സ്നേഹിക്കാൻ. എന്നൊരു കുർബാന കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ ചോദിക്കുകയാണ്, ആരും സ്നേഹിച്ചില്ലെങ്കിലും യേശു സ്നേഹിക്കുന്നുണ്ടോ? ആരും സ്നേഹിച്ചില്ലെങ്കിലും യേശു സ്നേഹിക്കുന്നുണ്ടോ? കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഇതേ അമ്മച്ചി ഞാൻ അടുത്ത് ചെന്ന് കൈ പിടിച്ചിട്ട് അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി സത്യമാണ്, ആരും സ്നേഹിക്കാനില്ല, ആരും സ്നേഹിച്ചില്ലെങ്കിലും യേശു സ്നേഹിക്കുന്നുണ്ടോ? അമ്മച്ചി എൻ്റെ കൈവിട്ടു വീട്ടിൽ പോയി. ഞാൻ ഓർത്തു അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, ഞാനിവിടെ വീട്ടിൽ ചെല്ലാം. അങ്ങനെ ഉച്ചയായപ്പോൾ ആ വീട്ടിൽ ചെന്നു. അമ്മച്ചി ഒറ്റയ്ക്കൊരു വേലക്കാരിയുണ്ട്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പച്ചൻ മരിച്ച കട്ടിലിൻ്റെ അടുക്കൽ ഒരു കസേരയിട്ട് അമ്മച്ചി ഇരിപ്പുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛാ, ഇന്ന് വരെ ജീവിതത്തിൽ ചിന്തിക്കാത്തൊരു ചോദ്യമായിരുന്നു അച്ഛൻ ചോദിച്ചത്. ആരും സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് ഈ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ കൊച്ചുമക്കളെ ഓർക്കും, മക്കളെ ഓർക്കും. എന്നാലും ഇത്രയെല്ലാം ചെയ്തിട്ട് ഒന്ന് ഫോൺ വിളിക്കാൻ പോലും നേരമില്ലല്ലോ, ഒന്ന് അന്വേഷിക്കാൻ നേരമില്ലല്ലോ. ഇന്നാളെ മൂത്തമകൻ വന്നപ്പോൾ പറഞ്ഞു, പാമ്പാടിയിൽ പ്രായമായവരെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ താമസിപ്പിക്കട്ടെ അമ്മച്ചി. വേണ്ട, എനിക്ക് ഈ അപ്പച്ചൻ മരിച്ച കട്ടിലേൽ അവിടെ തന്നെ കിടക്കണം. അങ്ങനെ ഞാൻ ആ വീട്ടിലിരുന്നപ്പോൾ അമ്മച്ചി ഈ സങ്കടം എല്ലാം പറഞ്ഞു. കർത്താവ് സ്നേഹമുള്ളവർ, എൻ്റെ ഉള്ളിൽ നല്ലൊരു പാട്ടങ്ങ് കയറി വന്നു. എന്താണെന്നറിയാമോ? പൊട്ടക്കിണറ്റിൽ യൗസേപ്പ് കിടന്നു. യൗസേപ്പിന് ഈ സങ്കടമില്ലായിരുന്നു. എന്താ യൗസേപ്പിൻ്റെ ധൈര്യം എന്താണെന്നറിയാമോ? യൗസേപ്പ് പറഞ്ഞു, സ്വന്തം സഹോദരൻ ഞാനും ഈ അമ്മച്ചിയുടെ ഈ പാട്ടിങ്ങനെ പാടുക. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഈ വരി മാത്രം പാടാൻ പറഞ്ഞു. ഏത് വരിയാ? സ്വന്തം സഹോദരൻ, ഇത് മാത്രം. പിന്നീട് ഒരു കാലം മുഴുവൻ ഒരമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, പാടി, സ്വന്തം സഹോദരൻ തള്ളിക്കളഞ്ഞാലും എൻ്റെ കൂടെ ആരുണ്ട്? യോസേപ്പിൻ്റെ ദൈവം ഒരു കണ്ണ് തുറന്നു. കർത്താവ് സ്നേഹമുള്ളവരെ, ഒരു ഞായറാഴ്ച കുർബാന അനുഭവിച്ചു. പള്ളിയിൽ നിന്ന് വീട്ടിൽ പോയി. വേലക്കാരി ഉണ്ടായിരുന്നു. എന്തോ ഒരു പ്രയാസം, ഞാൻ ഈ കട്ടിലൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മച്ചി അങ്ങനെ ശാന്ത സുന്ദരിയായിട്ട് ആ മണവാളിനോട് ചേർന്നങ്ങ് പോയി. ഒരു ഞായറാഴ്ച. ക്രിസ്തീയ പരിപൂർണത കണ്ടോ? ആ ദൈവം കൂടിയുണ്ട്. ഹാഗാറിൻ്റെ കണ്ണ് തുറന്നതുപോലെ ഇന്ന് ഇവിടെ ദൈവം നമ്മുടെ കണ്ണുകൾ ഈ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും തുറക്കട്ടെ. നിന്നെ കൈവിടാത്തൊരു ദൈവം ഒപ്പമുണ്ടെന്ന് വിശ്വസിക്കുക കേട്ടോ. കൈവിടാത്തൊരു ദൈവം ഒപ്പമുണ്ട്. ലോകം മുഴുവൻ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവമുണ്ട്, അല്ലേ? ഇപ്പോൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് കൈ കൊടുത്തിട്ട് പറയാവോ, ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്? ഒന്ന് പറഞ്ഞേ, വെള്ളം കുടിച്ചു വന്നിട്ട് വെള്ളം കുടിക്കുക. കൈ കൊടുത്തിട്ട് പറയണം. എന്നാ പറയണം? അവർ മുഖത്തൊക്കെ നോക്കുന്നതിന് കുഴപ്പമില്ല. മലയാളി എന്നാന്നറിയോ, മലയാളി എവിടെ നോക്കിയാലും എവിടെ നോക്കത്തില്ല. അത് അടുത്തിരിക്കുന്നവരുടെ മുഖത്തൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. എന്നിട്ട് ഇച്ചിരി വെള്ളം കുടിക്കാം കേട്ടോ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്ത ഭാഗം സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം. നോമ്പിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടിയ ഒരു കാഴ്ചയാണിത്. പരിശുദ്ധമായ നോമ്പിൽ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടിയ ഏറ്റവും ശ്രദ്ധേയമായൊരു വേദഭാഗമാണിത്. സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് 38-ാമത്തെ വർഷമായപ്പോൾ എരിഹോവിൻ്റെ സമീപത്ത് മോവാബ് സമഭൂമിയിലെത്തി. ഇനി 2 വർഷം കൂടെ മതി കനാലിലേക്ക് പ്രവേശിക്കാൻ, അല്ലേ? അപ്പോൾ അവിടെ എത്തിയപ്പോൾ മോവാബിലെ രാജാവ് ബാലാക്ക് രാജാവ് ഈ ജനത്തെക്കുറിച്ചറിഞ്ഞു. 20 ലക്ഷം ജനങ്ങളുണ്ട്, വലിയ ജനക്കൂട്ടം. ബാലാക്ക് പറഞ്ഞു, ഇത്രയും വലിയ ജനം ഒരു കടലിൻ്റെ തിരമാല പോലെ ഇങ്ങനെ വരികയാണ്, മണലാരുണ്യം പോലെ ഇങ്ങനെ ഒരു സൈന്യമായി വരുന്നത് കാണുമ്പോൾ ബാലാക്കിന് ഭയമായി. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ബെയോരിൻ്റെ മകനായ ബിലിയാമിനെ വിളിച്ചിട്ട്
ഈ ജനത്തെ ശപിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗം. ബിലിയാമിൻ്റെ അടുക്കൽ അങ്ങനെ ആൾക്കാരെ വിട്ടു. വെറുതെ അല്ല വിട്ടത്, സമ്മാനങ്ങളുമായി. എന്തായിട്ടാ വിട്ടേ? വെള്ളിയും പൊന്നും ഒക്കെ ആയിട്ട് വിട്ടത്. ഒരു വാക്യം വായിച്ച്, സംഖ്യയുടെ പുസ്തകം 22:12. ദൈവം ബിലിയാമിനോട്, നീ അവരോടുകൂടെ പോകരുത്, ഈ ജനത്തെ ശപിക്കുകയും അരുത്. എപ്പോഴും ഓർത്ത് കേട്ടോ, അനുഗ്രഹിക്കപ്പെട്ടവർ ശപിക്കപ്പെടില്ല. ഞാനും നിങ്ങളും ആരാണ്? അനുഗ്രഹിക്കപ്പെട്ടവർ കേട്ടോ. ഒന്നും ശപിക്കാൻ പറ്റത്തില്ല എന്ന് ദൈവം അന്ന് തന്നെ പറഞ്ഞു. അവർ അനുഗ്രഹിക്കപ്പെട്ടവർ, അവർക്ക് ശാപം ഏൽക്കത്തില്ല. ദൈവം അനുഗ്രഹിച്ച മക്കളാണ്. അതുകൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ചവരെ അനുഗ്രഹിച്ചാൽ ദൈവം അനുഗ്രഹിക്കും, അവരെ ശപിച്ചാൽ ദൈവം നമ്മളെ ശപിക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് ബിലിയാമിനോട് പറഞ്ഞു, നീ പോകരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, ആ പ്രഭുക്കന്മാർ എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു വരാൻ പറ്റില്ല. ഉടനെ ബാലാക്ക് എന്ത് ചെയ്തു? ഇച്ചിരൂടെ ശ്രേഷ്ഠരായവരെ വിട്ടു. ആദ്യം ലോക്കൽ ആൾക്കാരെ വിട്ടു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇച്ചിരിയോട് കൂടിയ ആൾക്കാർ, മെമ്പറെയൊക്കെ, MLA ഇല്ലേ, അവരെയൊക്കെ അങ്ങോട്ട് വിട്ടു. MLA മെമ്പറും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏതിളകാത്തവരും എന്തു ചെയ്യും? ഇളകും. പ്രഭുക്കന്മാരെ വിട്ടു. അവരെന്ത് ചെയ്തു? ബിലിയാമിൻ്റെ അടുക്ക ചെന്നു. അവരും ചെന്നത് വെറും കൈയോടെ അല്ല, നീ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞു. എന്ത് ചോദിച്ചാലും തരാം, വെള്ളിയും പൊന്നും നിന്റെ വീട്ടിൽ നിറച്ചു തരാം. ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾ പറ, ബിലിയാമിൻ്റെ ഹൃദയത്തിൽ ഇപ്പം എന്തോ സംഭവം ഉണ്ടായി. എന്നാ ഉണ്ടായി? ആ ഒരു മോഹം ഉണ്ടായി. എന്തിനോടാണ് മോഹം? ഈ ഓഫറെല്ലാം കിട്ടാൻ മോഹം. ബിലിയാമിൻ്റെ മനസ്സിൽ ഒരു മോഹം. ദൈവം പോകണ്ടെന്ന് പറഞ്ഞിട്ടും മോഹം വല്ലാതെ ആയപ്പോൾ വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിച്ചു, പോകാമോ? ദൈവം എന്നാ പറഞ്ഞത്? ദൈവം പറഞ്ഞു, എന്നാ പൊക്കോ. അതിൻ്റെ അർത്ഥം എന്നാ? ആ ട്യൂണ് വ്യത്യാസമുണ്ടല്ലേ. ഒത്തിരി നേരം വേണ്ടെന്ന് പറഞ്ഞു. ബിലിയാമിൻ്റെ മനസ്സിൽ പിന്നെ മോഹം കിടക്കുകയാണ്. പിന്നെ ദൈവത്തോട് ചോദിച്ച് പോകാവോ? ദൈവം പറഞ്ഞു, എന്നാ പൊക്കോ. അതിൻ്റെ അർത്ഥം എന്നാ? പോകേണ്ടത് തന്നെയാണ്. എന്നാ പൊക്കോളാൻ ദൈവം പറഞ്ഞു. ബിലിയാം പോയി. ഒരു കഴുതയെ കോപ്പിട്ട് കെട്ടി. പ്രിയമുള്ളവരെ, കഴുതയ്ക്കൊരു ഗുണമുണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ അടഞ്ഞ കണ്ണ് ആരുടേത് അടഞ്ഞിട്ടില്ലായിരുന്നു. കഴുതയ്ക്ക് അതുകൊണ്ട് എന്നാ കാണാൻ പറ്റി? ദൈവദൂതന്മാരെ. യഹോവയുടെ ദൂതനെ കണ്ടു. 22-ാമത്തെ വാക്യം. അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. ആരിത് കണ്ടു? കഴുതയ്ക്ക് കാണാൻ പറ്റി കേട്ടോ. കഴുത കണ്ടു. 23-ാമത്തെ വാക്യം. ദൂതൻ വാൾ ഊരി പിടിച്ചുകൊണ്ട് വഴിയിൽ നിൽക്കുന്നത് ആര് കണ്ടു? പക്ഷേ ബിലിയാം കണ്ടോ? സത്യത്തിൽ ആരാ കഴുത? സത്യത്തിൽ ആരാ കഴുത? ബിലിയാമല്ലേ? കർത്താവ് സ്നേഹമുള്ളവർ, ഈ ദൈവത്തെ കാണാൻ പറ്റാതെ വരികയാണ്. അവനതിനെ അടിച്ചു. വീണ്ടും 25-ാമത്തെ വാക്യത്തിൽ വീണ്ടും അടിച്ചു. 27-ാമത്തെ വാക്യത്തിൽ വീണ്ടും അടിച്ചു. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോയി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കഴുത എന്ത് ചെയ്തു? കഴുത സംസാരിച്ചിട്ട് പറഞ്ഞു, ഈ 3 പ്രാവശ്യം നീ എന്നെ അടിച്ചത് എന്തിന്? അപ്പോൾ യാതൊരു ഭാവഭേദവും ഇല്ലാതെ പ്രിയമുള്ളവരെ ബിലിയാം കഴുതയോട് സംസാരിച്ചു. നമ്മളാണ് ഞെട്ടണ്ടേ. നമ്മൾ ഈ പശുവിന് വെള്ളം കൊടുക്കാൻ ചെല്ലുമ്പോൾ പശു ഇങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് പശു നമ്മൾ, അമ്മണി ചേച്ചി ഇതെന്നാ പണിയാണ് കാണിച്ചേ, ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഈ ഞെട്ടലില്ല. ബിലിയാമിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. കാരണം മനസ്സ് വല്ലാതെ ഇരിക്കുന്നു. നോമ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? ഈ ഹൃദയത്തിൻ്റെ പേരാണ് വിഭജിച്ച ഹൃദയം. എന്താ പേര്? ഭിന്ന ഹൃദയം. ഹോശേയ പ്രവചനം 10-ാം അധ്യായം 2-ാം വാക്യം. ഹോശേയ പ്രവചനം 10-ാം അധ്യായം 2-ാം വാക്യം. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ബിലിയാമിന്
ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം മറ്റെന്തിനോ. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ ബിലെയാമിന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം മറ്റെന്തിനോ. അതുകൊണ്ട് ഹോശയുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, അവരുടെ ഹൃദയം ഭിന്നിച്ചിരിക്കുന്നു. അവരിപ്പോൾ ആരായിത്തീരും? പാപികളാകും. ദൈവം എത്രാമത്തവനാണ്? ദൈവം എത്രാമത്തവനാണ്? ഇത് ഞാനൊരിടത്ത് ചോദിച്ചപ്പോൾ ഇതുപോലെ നല്ല പിള്ളേര് അവൻ എന്നോട് പറഞ്ഞു ദൈവം 4-മത്തവനാണ്. കാരണം അതെന്താ? മാതാ പിതാ ഗുരു എന്നോട് പറഞ്ഞും തന്നു. ഞാൻ ഞെട്ടിപ്പോയി. ദൈവം 4-മത്തവനാണ്. ഞാൻ ചോദിച്ചു എങ്ങനെയാടാ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ മാതാ പിതാ ഗുരു കഴിഞ്ഞിട്ടാര്? കൊലോസ്യ ലേഖനത്തിൽ പറയുകയാണ്, സർവ്വലോകങ്ങൾക്കും മുമ്പേ ഉള്ളവൻ. സർവ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നില്ലേ നമ്മൾ, അല്ലേ? സകലത്തിനും മുമ്പേ ഉള്ളവൻ, സകല സൃഷ്ടികൾക്കും മുമ്പേ ഉള്ളവനാണ് ആര്? ദൈവം. അതുകൊണ്ട് ദൈവം ആരാണെന്നറിയാമോ? ദൈവം ഒന്നാമത്തവൻ. ദൈവം എത്രാമത്തവനാണ്? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. ദൈവം സകലത്തിനും എന്ന് പറഞ്ഞാൽ ഒന്നാമത്തവൻ കേട്ടോ. ബിലെയാമിന് ഒന്നാമത്തെ ദൈവത്തിന്, ഒന്നാമതാകേണ്ടിയ ദൈവത്തിന് ബിലെയാമിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എത്രാമത്തെ സ്ഥാനമുണ്ട്? അതാണ് പ്രശ്നം. ബിലെയാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനമേ ഉള്ളൂ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ വന്നു. അവിടെ ഏറ്റവും താഴെ ആ വെയിലത്ത് ഒരു കസേര ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരിക്കുക. ഇപ്പോൾ ഞങ്ങൾ ഭയങ്കര ധ്യാനം നടക്കുക കേട്ടോ. ഇരിക്കുമോ അവിടെ? ഇരിക്കുമോ? ഇല്ല. കാരണം ആ പൊസിഷന് ഒരു സ്ഥാനമുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേര് രാജനിന്ദ എന്ന് പറയും. രാജനിന്ദ. ഇരിക്കില്ല. ദൈവം ഒന്നാമത്തവനാണ്. പല വീട്ടിൻ്റെ പ്രശ്നമാണ് ഈ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ ദൈവത്തിന് ബിലെയാമിൻ്റെ വീട്ടിൽ ഹൃദയത്തിൽ ഇപ്പോൾ എത്രാമത്തെ സ്ഥാനമുണ്ടെന്ന്? എത്രാമത്തെ സ്ഥാനമുണ്ട്? ഒന്നാം സ്ഥാനമുണ്ടോ? ഇല്ല. അതായി പാപം. ഭിന്ന ഹൃദയം അതാണ്. ഞാൻ നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ ഒന്നാമത്തെ ദൈവത്തെ എപ്പോഴൊക്കെയോ രണ്ടാമതാക്കി, എപ്പോഴൊക്കെയോ പിന്നാലെയാക്കി. എന്നെ വിദേശത്തു നിന്ന് ഒരു രാജ്യത്തു നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ വിളിക്കും, ഫോൺ എടുക്കണം. എന്നാ വിളിക്കുന്നത്? വെള്ളിയാഴ്ച. എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോൺ കിട്ടത്തുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഒരു വെള്ളിയാഴ്ച എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഫോണിങ്ങനെ കയ്യിലെടുക്കാം. ഇപ്പോൾ ദൈവത്തിന് എത്ര സ്ഥാനമാണ്? ഈ ഒന്നാം സ്ഥാനമുള്ള ദൈവത്തെ നിന്റെ വീട്ടിലോ നിന്റെ ഹൃദയത്തിലോ രണ്ടാമതോ ഒന്നുമല്ലാതാക്കുന്നതാണ് രാജനിന്ദ. ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയമുള്ളവനെ, അറിയാതെ പലവട്ടം ദൈവത്തെ നിന്ദിച്ചു. ഒന്നാമത്തെ ദൈവത്തിന് സ്ഥാനം കൊടുത്തില്ലെന്ന്. നമ്മുടെ വീട്ടിൽ സ്ഥാനമില്ല. എല്ലാം വേണ്ടിയതെല്ലാം നമ്മൾ ചെയ്തു. വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന മാത്രം ഓർത്താൽ മതി. നല്ല സമയം മുഴുവൻ നമ്മൾ എടുത്തു, കൊള്ളാവുന്ന നേരമെല്ലാം എടുത്തു. അവസാനം ഒന്നുകിൽ കറണ്ട് പോകുന്ന സമയം, അല്ലെ സീരിയൽ ഇല്ലാത്തൊരു സമയം, ഇതെല്ലാം നോക്കി നമ്മൾ തിരഞ്ഞെടുത്ത് ആർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തത് തന്നെന്നാ. ആർക്കും വേണ്ടാത്തത് ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നാമത്തെ ദൈവത്തെ നിന്റെ ജീവിതത്തിൽ ഒന്നാമതാക്കാൻ നീ ഇഷ്ടപ്പെട്ടോ, നിന്നെ ദൈവം ഒന്നാമത് നിർത്തും. ഏതെങ്കിലും കുടുംബങ്ങൾ ഒന്നാമത്തെ ദൈവത്തെ ഒന്നാമത് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ ദൈവം ആ കുടുംബത്തെ തകർത്ത് കളയില്ല. നാഗ്പൂർ സെമിനാരിയിൽ നിന്ന് വൈദിക വിദ്യാർത്ഥികൾ ഫീൽഡ് വർക്കർ വന്നപ്പോൾ ഒരു ശമ്മാശം വളരെ നൊമ്പരപ്പെട്ട് പറഞ്ഞ, അച്ഛാ എൻ്റെ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കണം. കോടികൾ കടബാധ്യത, 2 പെൺമക്കൾ, വീടിപ്പോൾ ജപ്തിയാവും, എങ്ങോട്ടാണ് ഇറങ്ങേണ്ടതെന്ന് അറിയത്തില്ല. അവരെല്ലാവരും മരിക്കാൻ റെഡിയാണ്. പെൺമക്കൾ പറഞ്ഞു, നമുക്ക് മരിക്കാം പപ്പേ, എന്തിനിങ്ങനെ ജീവിക്കുന്നത്?
അഭിമാനമില്ലാതെ തല ഉയർത്തി എങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകും? എന്തിനിങ്ങനെ ജീവിക്കുന്നത്? എന്നാൽ പ്രിയമുള്ളവരെ, ആ സഹോദരൻ ഒരിക്കൽ അട്ടപ്പാടിയിൽ വന്നു. ഞാൻ അദ്ദേഹത്തോട് ഞാനൊരു കാര്യം പറഞ്ഞു, ദൈവം ഇടപെടും. ഞാൻ അദ്ദേഹത്തോട് ഒന്ന് രണ്ട് ചോദ്യം ചോദിച്ചു. വീട്ടിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം ഉണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, തിരക്കേറിയ ജീവിതമായിരുന്നു, പ്രാർത്ഥനയില്ലായിരുന്നു. പള്ളി പോകുമ്പോൾ ശ്രദ്ധിച്ചോണം, പള്ളി പോകും ചിലർ വാച്ചേ നോക്കി നിൽക്കുകയുള്ളൂ. ഈ ധ്യാനത്തിന് ഇരിക്കുമ്പോഴതെ വാച്ചേ നോക്കി പ്രശ്നമാണേ. ഒന്നാം സ്ഥാനം ഇതിനാണ്, പ്രശ്നമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ് പള്ളി പോയാൽ വാച്ചേ നോക്കിയിരിക്കും. ആ തുബ്ദയും വായിക്കുമെന്ന് നോക്കും. ഓ, ഇന്ന് ഇച്ചിരി പ്രശ്നമാണല്ലോ, ലേറ്റ് ആണല്ലോ. ഞാൻ പറഞ്ഞു, ഈ പണി നിർത്തിയിട്ട് ഈ പള്ളി പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും എല്ലാം ഒന്നാമത്തെ ദൈവത്തെ കണ്ടിട്ട് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഇത് മനസ്സിലാക്കിയ ദാവീദ് സങ്കീർത്തനങ്ങൾ എഴുതിയപ്പോൾ ജനതകളോട് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞതെന്നറിയാമോ? യഹോവയുടെ അടുക്ക വരുന്നത് വാങ്ങാനല്ല. പിന്നെ എന്തിനാണ് യഹോവയുടെ അടുക്ക വരുന്നത്? 96-ാം സങ്കീർത്തനം 7-ാം വാക്യം, ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവിൻ. എന്നാ കൊടുക്കേണ്ടത്? മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവിൻ. പിന്നെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവിൻ. എങ്ങനെ കൊടുക്കണം? ഇതൊക്കെ ശ്രദ്ധിച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ഇടവ മെത്രാപ്പോലീത്ത ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നു. നമ്മളൊരു കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇത്രയും സെറ്റപ്പേ ഉള്ളാവൂ? ഇതെല്ലാം മാറും. കാരണം അവരുടെ ആ പൊസിഷന് തക്കതായ മഹത്വം. അപ്പോൾ നോക്കിയേ, ലോകങ്ങളുടെ ഉടയവൻ, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അവൻ്റെ നാമത്തിന് തക്കതായ മഹത്വം കൊടുക്കാറുണ്ടോ? ഇല്ല. ഇതാണ് പ്രശ്നം. ഹൃദയം ഭിന്നതയിലാണ്. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഉള്ളിൽ ചില സ്മരണകൾ, ഒരു കൽപ്പന ഇങ്ങനെയാണ്, എൻ്റെ നാമം വൃഥാ എടുക്കരുത്. എൻ്റെ നാമം, എന്നോട് ദൈവം പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ മുഴുവൻ എൻ്റെ നാമം വൃഥാ എടുക്കുക. പ്രാർത്ഥിക്കുന്ന മുഴുവൻ സമയത്തും എൻ്റെ നാമം എന്തെടുക്കുന്നു? കാരണം പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം എങ്കിൽ നിന്ന് വളരെ ദൂരെ. നിന്റെ ഹൃദയത്തിൽ 100 ചിന്തകളാണ്, 100 കാര്യങ്ങൾ ആലോചിച്ച്. എനിക്ക് തോന്നുന്നത് ഈ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് അത് കോട്ട് ചെയ്യുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് ഈ കാര്യം പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജനത്തിനോട് ഉണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം അത് പറഞ്ഞിട്ടാണ്. 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഈ ജനം വാഗൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല. ഏതുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല. അവിടെ ഹൃദയം എങ്കിൽ നിന്ന് വളരെ ദൂരെ. അങ്ങനെ ഹൃദയം ദൂരത്തിലാക്കി പ്രാർത്ഥിക്കുന്നതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കുക. കർത്താവ്യ സ്നേഹമുള്ളവരെ, ഹൃദയത്തിൽ പാപകാരണങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തെ നിന്ദിക്കുകയാണ്. യെഹെസ്കേലിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ഇസ്രായേൽ ഗൃഹം എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്, പക്ഷേ ഹൃദയത്തിൽ അവർക്കിഷ്ടമുള്ളത് എന്തൊക്കെയോ സ്മരിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. ഹൃദയത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അകൃത്യഹേതു വിട്ടുകളയാതെയാണ് അവർ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്. യെഹെസ്കേലേ, ഈ ജനത്തോട് വചനം പറഞ്ഞാൽ പ്രയോജനമില്ല. പ്രവാചകനോട് പറയുക, ഈ ജനത്തോട് വചനം പറഞ്ഞിട്ട് പ്രയോജനമില്ല. കാരണം എന്താണെന്നറിയാമോ? അകൃത്യഹേതു ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്, അവർ മാറ്റുന്നില്ല. ഇതാ ബിലയാമിന് ഒരകൃത്യഹേതു, എങ്ങനെയാലും ഈ സമ്പാദ്യം നേടിയെടുക്കണം. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കാമോ? സദൃശവാക്യങ്ങൾ 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം എന്തായിരുന്നു? തൻ്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല,
അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കർത്താവിൽ സ്നേഹമുള്ളവരെ ചിലതെല്ലാം ഹൃദയത്തിൽ മറച്ചു വെക്കാം കേട്ടോ. ഹൃദയത്തിൽ മറച്ചു വെക്കാം, ആരും അറിയില്ല. അട്ടപ്പാടി ധ്യാനം നടക്കുന്ന സമയത്ത് നവീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഹൈദരാബാദിൽ ദീർഘനാൾ താമസിച്ച് നെറ്റിയിൽ വലിയ തേളിൻ്റെ ചിത്രമൊക്കെ ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് എന്തെങ്കിലും ജോലി തരാമോ? ഒരു ഹൈന്ദവനാണ് അദ്ദേഹം. അവിടെ റമ്പാച്ചനോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി തരാമോ? ആയിക്കോട്ടെ. താമസിച്ചു. അദ്ദേഹം ഈ പറമ്പിൽ ജോലി എടുക്കുമ്പോഴും വെള്ളിയാഴ്ച നടക്കുന്ന ധ്യാനത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ട് അതിലാണ് ശ്രദ്ധ. അപ്പോൾ അദ്ദേഹം ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് വന്നേച്ച് പറഞ്ഞു, അച്ഛാ എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് 33 കോടി ദൈവങ്ങളുണ്ട്, പക്ഷേ എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. യേശു വലിയൊരു കമ്പാഷനേറ്റ്, വളരെ സ്നേഹമുള്ള കർത്താവാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ യേശു ഈ കുരിശ് ചുമക്കുന്നത് മാത്രം എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞ പവറാണ് അച്ഛ, പവർ, മൈറ്റി, ദ പവർ, ശക്തിയുള്ള ദൈവം. യേശു അങ്ങനെ പവർ വരണം. അച്ഛൻ ഈ പ്രസംഗിക്കുമ്പോൾ ചുമ്മാ കർത്താവ് കുരിശേത്തു ഇത് വേണ്ട അച്ഛ, പവർ. യേശു ഇങ്ങനെ പവറുള്ള ആളാകണം. അതാണ് എനിക്കിഷ്ടം. കർത്താവ് ദൈവം മരിച്ചു എന്ന് പറയുന്നത് എന്തോ ഒരു അബദ്ധമാണ്. ദൈവം അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല അച്ഛാ. യേശുവിനെ ഇഷ്ടമൊക്കെ, പക്ഷെ അതുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ യേശു കുരിശെടുത്തു, മുഖത്ത് തുപ്പ്, ഇതൊന്നും പറയില്ല. അതൊക്കെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല അച്ഛാ, വല്ലാത്ത ബുദ്ധിമുട്ട്. സത്യം പറയാമല്ലോ, ഈ മനുഷ്യനോട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാനങ്ങനെ പോയി, പക്ഷെ ഇതെൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്, ഒരു 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 ഉത്തരമില്ലാതെ ഇങ്ങനെ കിടക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ പ്രിയമുള്ളവരെ, സക്കറിയാ പ്രവചനം വായിക്കുകയാണ്. സക്കറിയാ പ്രവചനം വായിക്കുമ്പോൾ ദൈവം പ്രവാചകനോട് പറഞ്ഞു, എടാ പ്രസംഗിക്കാവോ? എന്നെ പ്രവാചകൻ പറഞ്ഞു, ദൈവമേ പ്രസംഗം വേണ്ട. ഞാനിപ്പോൾ കോട്ടയത്ത് എൻ്റെ വീടിൻ്റെ അവിടെ പോയി പ്രസംഗിച്ചാൽ എന്നാ പറ്റും? പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പറയുക, എടാ ഇവനെ നമുക്കറിയാമല്ലോ, ഇവൻ പണ്ട് അങ്ങനെ കാണിച്ചല്ലേ, കോളേജിൽ പിടിച്ചപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു, ഈ സ്വഭാവമുള്ളവനല്ലേ ഈ നിൽക്കുന്നത് അല്ലേ? സക്കറിയ പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് സമാധാനത്തിൽ പോവുക. പണ്ടത്തെ പാപമൊന്നും ആർക്കറിയത്തില്ല, ഭാര്യയ്ക്കറിയത്തില്ലെന്ന്. ആർക്കറിയത്തില്ല? ഭാര്യമാർ സന്തോഷിക്കണ്ട കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങളും ആർക്കറിയത്തില്ല, ഭർത്താക്കന്മാർക്കറിയത്തില്ല. അപ്പോൾ സക്കറിയ പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ദൈവമേ പ്രസംഗിച്ചാലൊക്കെ ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? ഏതെങ്കിലും ഒരുത്തനും പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ പ്രശ്നമല്ലേ? എങ്ങാനും എൻ്റെ ജീവിത പങ്കാളിയോ മക്കളോ അറിഞ്ഞാൽ കുടുംബത്തിൽ പിന്നെ തല ഉയർത്താൻ പറ്റില്ലല്ലോ. അതാണ് ഒരു പ്രയാസം. കർത്താവേ സ്നേഹമുള്ളവരെ, പ്രവാചകൻ ഇതാ വീട്ടിൽ നിന്ന് പോയി, ദൂരേക്ക് പോയി, തിരിച്ചു വരിക. അണ്ട് വന്നപ്പോൾ വീടിൻ്റെ വാതിക്കൽ മുറിവേറ്റ് രക്തം വാർന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ദൂരെ എന്ന് കണ്ടു. പ്രവാചകൻ ദേഷ്യം വന്നാദ്യം എവിടെയോ പോയി വെട്ടും കുത്തും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ വാതിക്ക് വന്ന് നിൽക്കുക പ്രശ്നം ഉണ്ടാക്കാൻ. ഓടി വന്നപ്പോൾ എന്നാണെന്നറിയാമോ? ആഴത്തിലുള്ള മുറിവ്. ഈ മനുഷ്യൻ ജീവിച്ചിരിക്കൽ ആഴമാർന്ന മുറിവ്. ഉടനെ ആ മനുഷ്യരെ താങ്ങിപ്പിടിച്ചിട്ട് പ്രവാചകൻ ചോദിച്ചു, ഈ കാണുന്ന മുറിവ് എന്താണ്? ഈ കാണുന്ന മുറിവ് എന്താണ്? ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, നിന്റെ പാപങ്ങളുണ്ടല്ലോ, നീ ചെയ്ത പാപങ്ങൾ, നിന്റെ ജീവിത പങ്കാളിയും മക്കളും ഈ ദേശത്തുള്ള പലരും അറിയാതിരിക്കാൻ നിന്നെ പൊതിഞ്ഞു പിടിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ മുറിവ്. നിന്റെ പാപം മറച്ചു പിടിച്ചപ്പോൾ കിട്ടിയതാണ് ഈ മുറിവ്. അങ്ങനെ സക്കറിയ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത്? നിന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് കിട്ടിയതാണ് ഈ മുറിവ്. യേശുമ്പരാൻ മുറിവേറ്റത് എന്തിനാണെന്നറിയാമോ? മകനെ തീമോത്തിയോസേ, പരിശുദ്ധനായ പൗലോസ് പറയാണ്, തീമോത്തിയോസേ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? എല്ലാവരുടെ പാപം വെളിപ്പെടത്തില്ലടാ. എല്ലാവരുടെയും പാപം എന്ത് ചെയ്യത്തില്ല? അച്ഛന്മാരുടെയും ഒക്കെ പാപങ്ങൾ മറച്ചു വെച്ചിരിക്കുക ദൈവം. തീമോത്തിയോസിനോട് പറയാ, പാപം വെളിപ്പെടുത്തില്ല.
കാരണം എന്താണെന്നറിയാമോ? മുറിവേറ്റവൻ അത് മറച്ചിട്ടുണ്ട്. തീമോത്തിയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം 24 മുതലുള്ള വാക്യങ്ങൾ. ചിലരുടെ പാപങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ വെളിപ്പെടും. എന്നാന്നറിയാമോ? സക്കറിയാ പ്രവാചകൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ പാപങ്ങൾക്കാണോ ഈ മുറിവേറ്റത്? ആ മനുഷ്യൻ പറഞ്ഞെടാ, നീ എന്നെ താങ്ങിപ്പിടിച്ചോ, മരിച്ചാൽ പാപം വെളിപ്പെടും. അതിന് മുന്നേ നീ നെഞ്ചിലേറ്റണം. ക്രൂശിക്കപ്പെട്ട യേശുവിനെ നെഞ്ചിലേറ്റിയാൽ അവിടെ പാപങ്ങൾ മറിയും. പ്രിയമുള്ളവർ, തീമോത്തിയോസിനോട് പറയുകയാണ്, ക്രിസ്തു ചിലരുടെ പാപങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അത് വെളിപ്പെടില്ല, അത് കർത്താവ് മറച്ചതാണ്. അത് ആഴങ്ങളിലേക്ക്, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് കർത്താവ് മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ട് നീ ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വസിച്ചാൽ നിന്റെ പാപങ്ങൾ മറയ്ക്കപ്പെടും. ആകയാ പ്രിയമുള്ളവന്, ഞാനിത് നവീനോട് പറഞ്ഞു, യേശുവാണ് പാപങ്ങൾ മറച്ചത്. മറ്റൊരു ദൈവം ഈ ഭൂമിയിൽ പാപങ്ങൾ മറയ്ക്കാനില്ല. മറ്റൊരു ദൈവമില്ല. ഈ ദൈവത്തിന് മുമ്പിൽ വന്ന വലിയ വെളിച്ചമാണ്. ഇരുട്ട് നമുക്ക് വെളിപ്പെടും. അതുകൊണ്ടാണ് യേശയ്യാവിൻ്റെ മുമ്പിൽ ദൈവം വന്നപ്പോൾ അയ്യോ ഞാൻ അരിഷ്ടൻ എന്ന് യേശയ്യാവ് പറഞ്ഞത്. ശീമോൻ്റെ പടകിൽ കർത്താവ് വന്നപ്പോൾ ശീമോൻ പറഞ്ഞു അയ്യോ പാപിയായ മനുഷ്യനാണെന്ന്. എന്നാൽ ക്രൂശിക്കപ്പെട്ട യേശു നിന്റെ പാപങ്ങൾ മറയ്ക്കുന്നവനാണ്. ആകയാ പ്രിയമുള്ളവർ, സദൃശവാക്യങ്ങളിൽ നമ്മൾ വായിച്ചു, ലംഘനങ്ങൾ മറച്ചു വെക്കരുത്. മറച്ചു വെച്ചാൽ കുടുംബം തകരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ചില അനുഭവങ്ങൾ ഒന്ന് പങ്കുവെച്ചോട്ടെ. ഞാൻ ബത്തേരിയിൽ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ മക്കൾക്ക് എന്നും ശ്വാസകോശ അസുഖങ്ങളാണ്, നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റ്, എവിടെ പോയിട്ട് ഒരു രക്ഷയില്ല, എന്നും അസുഖം. അപ്പം അങ്ങനെ പറഞ്ഞു, എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ വെറുതെ അവരോട് ചോദിച്ചു, കുമ്പസാരിക്കാറുണ്ടോ? അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ സ്ഥിരമായിട്ട് കുമ്പസാരിക്കാറുണ്ട്. ആയിക്കോട്ടെ, ഞാനിങ്ങ് പോന്നു. കുറേ നാളുകൾ കഴിഞ്ഞ് അതേ സ്ഥലത്ത് ചെന്ന് ഞാൻ. അപ്പോൾ എന്നോട് ഇവർ രണ്ടുപേരും വന്നിട്ട് പറയുകയാണ്, അച്ഛാ നാളുകൾ കുമ്പസാരിച്ചെങ്കിലും അതിൻ്റെ പേര് സത്യകുമ്പസാരം എന്നല്ലായിരുന്നു. ഇന്ന് വരെ ഏറ്റുപറയാത്ത ചില തിന്മകൾ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ശുഭം വരില്ല. എന്നാൽ ഒരപ്പനും ഒരമ്മയും ചില പാവങ്ങൾ നന്നായി അനുഭവിച്ച് ഏറ്റുപറഞ്ഞപ്പോൾ മക്കളുടെ അസുഖം പോയെന്ന്. ഞാൻ സാഹചര്യം കൊണ്ടൊരു കാര്യം പറഞ്ഞു കേട്ടോ. കുടുംബത്തിൽ അനുഗ്രഹമുണ്ടാകണമോ? പാപമുള്ളിടത്ത് സാത്താൻ വന്നിരിക്കും. അതുകൊണ്ട് യഹസ്കേലിനോട് ദൈവം പറയുകയാണ്, അവരകൃത്യഹേതു ഹൃദയത്തിൽ വെച്ചിട്ടുണ്ട്, അത് മാറ്റാതെ കാര്യമില്ല. ബിലിയാമേ, ഹൃദയത്തിൽ അകൃത്യം കരുതി വെച്ചിട്ടുണ്ടോ നീ? ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? കണ്ണു തുറന്നു. ദൈവം എന്ത് ചെയ്തു? ബിലിയാമിൻ്റെ കണ്ണു തുറന്നു. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 31-ാം വാക്യം. കണ്ണു തുറന്നപ്പോൾ ഒരു ദൂതൻ തിരിയുന്ന വാളുമായിട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, ഈ കഴുത എന്നെ കാണാതെ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ബിലിയാമേ നീ ഇല്ലായിരുന്നടാ, നീ ഇല്ലായിരുന്നു. പക്ഷെ കഴുത എന്നെ കണ്ടു, നീ ഇല്ല. ഈ പരിശുദ്ധ നോമ്പിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറയണം, അനുദപിക്കണം. അതിനെന്താ ചെയ്യേണ്ടേ? അതിനൊരു കണ്ണ് തുറക്കണം. നിങ്ങൾക്കറിയാമോ, ദൈവത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? സ്വർഗത്തെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? എങ്ങനെയാണ്? എന്ത് ചെയ്താൽ മതി? ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം മുഴുവൻ യേശു അതാ പറയുന്നത്. യേശു എമ്പുരാൻ എന്നാ പറയുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, അതുപോലെ 10-ാം വാക്യം എല്ലാം എന്നാ പറയുന്നത്? മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി എന്തുണ്ടാകും? സ്വർഗം സന്തോഷിക്കും. അനുദപിക്കണം കേട്ടോ, നന്നായിട്ട് അനുദപിക്കണം. ഞാൻ ഈ അടുത്ത നാളിൽ ആശ്രമത്തിലിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്. പോൾ റമ്പാച്ചൻ എന്നെ കാണുമ്പോൾ എന്നെക്കുറിച്ച് ഒത്തിരി കുറ്റം ഉണ്ടായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ, പക്ഷെ ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ദൈവത്തിന് അറിയാം. യൂഹാനോൻ റമ്പാച്ചൻ എന്നെ കാണുമ്പോൾ എന്നെക്കുറിച്ച് ഇഷ്ടംപോലെ കുറ്റങ്ങളുണ്ടാവും. ഞാൻ ചെയ്യുന്നത് അത് ശരിയല്ല, ഇത് ശരിയല്ല, എല്ലാം ഉണ്ടാകും.
എന്നോട് പറഞ്ഞിട്ടില്ല, ദൈവത്തിനറിയാം. ദൈവം എന്നോട് പറഞ്ഞടാ, നീ മുട്ടുകുത്തി എന്നോടൊന്ന് പറയാമെങ്കിൽ. എൻ്റെ ദൈവമേ, യൂഹാനോൻ റമ്പാച്ചൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള പരാതികൾ, എന്നെക്കുറിച്ചുള്ള കുറ്റങ്ങൾ, എന്നെക്കുറിച്ചിട്ടുള്ള ഓരോരോ നൊമ്പരങ്ങൾ, ഇതെല്ലാം ദൈവമേ നീ അറിയുന്നല്ലോ. എന്ത് ചെയ്യണമേ? എനിക്കത് വെളിപ്പെടുത്തി എന്നെ അനുതാപത്തിലേക്ക് നയിക്കണം. നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ പ്രാർത്ഥിച്ച ദൈവം ഇടപെടും പെട്ടെന്ന്. അനുതാപം ദൈവത്തിൻ്റെ ദാനമാണ്. യേശു നമ്മുടെ അടുക്കൽ വരുമ്പോഴാണ് അനുതാപം. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് അനുതാപം. അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ജീവിത പങ്കാളി നിങ്ങളെക്കുറിച്ച് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് മനസ്സിൽ, പറഞ്ഞിട്ടില്ലെന്ന് ഇതുവരെ. 40 വർഷം കൂടെ ജീവിച്ചിട്ട് വെറുത്തോണ്ടാണ് ജീവിച്ചത്. 40 വർഷവും വെറുത്താ ജീവിച്ചത്, പറഞ്ഞിട്ടില്ല. നിങ്ങൾ ദൈവത്തോടൊന്ന് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിത പങ്കാളി എന്നെക്കുറിച്ച് ഏതെങ്കിലും നൊമ്പരങ്ങളോ പ്രയാസങ്ങളോ പരാതികളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിനക്കറിയാമല്ലോ, എന്നെ ഒന്ന് മാറ്റിയെടുത്ത് തരണേ. നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചാൽ കണ്ണ് തുറക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ കണ്ണ് തുറക്കും. അനുദപിക്കേണ്ട മേഖലകൾ ദൈവം കാണിക്കും. അനുദപിക്കേണ്ട മേഖലകൾ ദൈവം കാണിക്കും. മനസ്സിലായില്ലേ? ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ആകയാ പ്രിയമുള്ളവരെ, കണ്ണ് തുറന്നാൽ പശ്ചാത്താപവും പാപചിന്തകളും നമ്മളിൽ ഉരുവാകും. ഈ നോമ്പിൽ കർത്താവ് കണ്ണ് തുറക്കണം. നമ്മുടെ അനുതാപ ഹൃദയം നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടിയാൽ പ്രിയമുള്ളവരെ, സത്യകുംഭസാരം ഈ നോമ്പിൽ നടത്തണം. നടത്തിയില്ലെങ്കിൽ എന്നാ പ്രശ്നമെന്നറിയാമോ? വീട്ടിൽ ആ സാത്താൻ ഉണ്ടാവും കേട്ടോ. ദാവീദിൻ്റെ പുസ്തകം വായിച്ചാൽ മതി. 2 ശമൂവേൽ 11, 12, 13 ഈ അധ്യായങ്ങൾ വീട്ടിൽ പോയിട്ട് വായിക്കണം. ദാവീദ് ചെയ്ത 3 പാപങ്ങൾ ഏതൊക്കെയാണ് ചെയ്തതെന്നറിയാമോ? വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം. 3 പാപങ്ങൾ. കുമ്പസാരിച്ചില്ല. നാദാം വന്നേച്ച് പറഞ്ഞു, 1 ശമൂവേൽ 12:10, നീ ചെയ്ത പാപങ്ങളുടെ വാള് വീടിൻ്റെ മുകളിൽ കിടപ്പുണ്ട്, അത് മക്കളുടെ മേലെ ഇറങ്ങും. കുമ്പസാരിച്ചാൽ ഇറങ്ങില്ല. മക്കളുടെ മേലെ ഇറങ്ങും. ദാവീദ് എന്തു പാപം ചെയ്തോ അത് മക്കളുടെ മേലെ ഇറങ്ങി. നിങ്ങൾക്കറിയാമോ, 13-ാം അധ്യായം വരുമ്പോൾ അമ്നോൻ സ്വന്തം സഹോദരിയായ താമാറിനെ നശിപ്പിച്ചു. സഹോദരി ദാവീദിൻ്റെ വീട്ടിൽ. അബ്ശാലോം അമ്നോന് മദ്യം കൊടുത്തു. അബ്ശാലോം അമ്നോനെ കൊന്നു. അബ്ശാലോമിനെ വേർത്തും കൊന്നു. കണ്ടോ? ദാവീദ് ചെയ്ത പാപങ്ങളെല്ലാം വീട്ടിൽ ഇങ്ങനെ അരങ്ങേറി കളിച്ചുകൊണ്ടിരിക്കുക. അവസാനം 15-ാം അധ്യായമായപ്പോൾ ഒലിവ് മല കരഞ്ഞുകൊണ്ട് കയറി. അതേ മലയാണ് യേശുമ്പുരാനും ആ പീഡാനുഭവ നാളിൽ കയറിയത്. ദാവീദ് ഒരു വല്യപ്പം കയറിയ അതേ മല. ദാവീദ് കണ്ണുനീര് കൊണ്ട് ചെരുപ്പിടാതെ രാജവസ്ത്രം ഊരിവെച്ച് 15-ാം അധ്യായത്തിന് 30-ാം വാക്യമാണ്, കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പറഞ്ഞ്, ദൈവമേ, പാപിയാണ്. അന്ന് യേശുമ്പുരാൻ അനേകർക്ക് വേണ്ടി രക്തം വേർപ്പാക്കി മാറ്റി. തൻ്റെ രക്തം മുഴുവൻ വേർപ്പ് കണങ്ങളായിട്ട് പുറത്തു വന്നു. അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ദാവീദ് പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് പറഞ്ഞു, ദൈവമേ, ഇനി എൻ്റെ കുടുംബത്തിൽ ആരും നശിക്കരുത്. ദൈവം ഒരു വാഗ്ദാനം കൊടുത്തു, നിത്യസ്നേഹത്താൽ നിൻ്റെ കുടുംബത്തെ ഞാൻ സ്നേഹിക്കും. കേട്ടോ, ഇത് നമ്മുടെ കുടുംബത്തിൽ കിട്ടാനായിട്ട് ഇടയായി തീരട്ടെ. ഒന്ന് എഴുന്നേക്കാമോ? അല്പഭാഗം കൂടിയുണ്ട് കേട്ടോ. ഒന്ന് എഴുന്നേറ്റാൽ ശരീരമൊക്കെ ഒന്ന് എഴുന്നേറ്റാം കേട്ടോ. ഒരു നിമിഷം ഒന്ന് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, ആന്തരിക നയനങ്ങൾ തുറന്ന് അനുതാപം എനിക്ക് തരണമേ. പാപമില്ല എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എന്നിൽ സത്യമില്ല. എൻ്റെ കണ്ണുകൊണ്ട് എത്ര പാപങ്ങൾ നോക്കിവരെ, എത്ര പേര് മലിനതയോടെ, വെറുപ്പോടെ, മുൻവിധിയോടെ നോക്കി. ഹൃദയത്തിൽ എത്രയോ പേരോട് അസ്വസ്ഥതയുണ്ട് ദൈവമേ, പിണങ്ങിയിരിപ്പുണ്ട്, വെറുപ്പുണ്ട്. ഒരു പശ്ചാത്താപ ഹൃദയം തരണമേ. പാപങ്ങൾ കാണാൻ സഹായിക്കണമേ. ദാവീദ് കൊട്ടാരം വിട്ടിട്ട് ഇറങ്ങി, എൻ്റെ ദൈവമേ, എൻ്റെ പാപങ്ങൾ മൂലം അങ്ങ് ദാനമായി തന്ന മക്കൾ നശിക്കാനിടയാകരുത്. തലമുറകളിൽ അനുഗ്രഹം വരണം. ഒരു സത്യകുംഭസാരം തലമുറകൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന കൃപയുടെ സമ്പത്താണ്. അത് നമ്മളിലേക്ക് നിറയാൻ വേണ്ടി
ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ബിലിയാമിൻ്റെ കണ്ണു തുറന്ന ദൈവം ആ സ്വർഗീയ ദൂതഗണങ്ങളെ കാണാനിടയാക്കി. കർത്താവേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ കുറവുകൾ കാണിച്ചു തരണമേ. ഇരിക്കാം. മൂന്നാമത്തെ ഒരു ഭാഗമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിങ്ങൾക്ക് സാഹചര്യങ്ങളെല്ലാം അറിയാം. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശ പ്രവാചകൻ ഇസ്രയേലിൻ്റെ രാജാവായ ആഹാബിൻ്റെ അടുക്കൽ ആരാം രാജാവായ സൻഹരീബ് കടന്നു വന്നിട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എലീശ പ്രവാചകൻ ആരാം രാജാവ് എന്ത് തീരുമാനം എടുത്തോ അതവിടെ കൊട്ടാരത്തിൽ നിന്ന് ആത്മാവ് വഴി അറിഞ്ഞ് ഇസ്രയേൽ രാജാവായ ആഹാബിനോട് പറഞ്ഞു കൊടുക്കും. ഇന്ന സ്ഥലത്തൂടെ നമ്മൾ യുദ്ധത്തിന് പോകണമെന്ന് ആരാം രാജാവ് തീരുമാനമെടുക്കുമ്പോൾ അതിനു മുന്നേ ഇസ്രയേൽ രാജാവ് അറിഞ്ഞിട്ടത് ഇല്ലാതാക്കി കളയും. നിങ്ങൾക്കറിയാമോ, വലിയ പ്രയാസമാക്കി തീർത്തു. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം. അനന്തരം ആരാം രാജാവിന് ഇസ്രയേലിനോട് യുദ്ധമുണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയമറങ്ങണം എന്നിങ്ങനെ അവൻ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രയേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിക്കുവാൻ സൂക്ഷിക്കുക, ആരാമ്യർ അവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ എലീശ പ്രവാചകൻ പദ്ധതികളെല്ലാം പൊളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ആരാം രാജാവ് ബെൻഹദദ് ചോദിച്ചു, ഇതെങ്ങനെയാണിത്? അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, എലീശ പ്രവാചകനാണ് ഇതിൻ്റെ കാരണം. അപ്പം ആരാം രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സർവ്വ സൈന്യങ്ങളെയും അയച്ച് പ്രവാചകൻ ഇരിക്കുന്ന എവിടെയാണോ അവിടുന്ന് അവനെ പിടിച്ചു കൊല്ലണം. വായിച്ചേ 14-ാം വാക്യം. അവർ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രി ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ എലീശ പ്രവാചകനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിനവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ, എന്താ പറഞ്ഞത്? നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. കേട്ടോ, ഇത് നമ്മൾ വിശ്വസിക്കണം. എന്താണെന്നറിയാമോ പ്രശ്നം? ഈ എലീശ പ്രവാചകൻ്റെ ഭൃത്യൻ നല്ല ഭയമുണ്ടായി. കണ്ണു തുറക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഭയം. കണ്ണു തുറന്നാലുള്ള ഒരു ദാനത്തിൻ്റെ പേരാണ് വിശ്വാസം. കേട്ടോ, ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചോ? കണ്ണു തുറക്കാത്തതിൻ്റെ പ്രശ്നമാണ് എന്ത്? ഭയം. കണ്ണു തുറന്നാൽ കിട്ടുന്ന ഒരു ദാനത്തിൻ്റെ പേരെന്താണ്? വിശ്വാസം. അറിയാമോ, വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്നാൽ വ്യത്യാസം വരും. എല്ലാ മേഖലകളും വ്യത്യാസം വരും. വിശ്വാസത്തിൻ്റെ കണ്ണു തുറക്കണം. ഈ എലീശ പ്രവാചകൻ്റെ ഭൃത്യന് വിശ്വാസമില്ല. നിങ്ങൾക്കറിയാമോ, യേശുമ്പുരാൻ എപ്പോഴെങ്കിലും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വാക്ക് എന്നാണെന്നറിയാമോ? യേശുമ്പുരാൻ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വാക്ക് എന്താ? ധൈര്യമായിരിക്കുക. അങ്ങനെയല്ല, വിശ്വസിക്കുക. അപ്പോൾ ഭയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഒരു 2-3 വാക്യങ്ങൾ എല്ലാം വായിക്കണ്ട, 1-2 വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം തന്നെ എടുത്ത്, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 5-ാം അധ്യായം. യേശു ആ വാക്ക് കേട്ടു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പള്ളിപ്രമാണിയുടെ കുഞ്ഞ് മരിച്ചിരിക്കുകയാണ്. ജനങ്ങളെല്ലാം പറഞ്ഞു, ഇനി യേശുവിനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. യേശു ആ വാക്ക് കേട്ടു. പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട. അപ്പോൾ ഭയപ്പെടേണ്ടതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മാത്രം. ഒരു വാക്ക് ശ്രദ്ധിച്ചോ കേട്ടോ, വിശ്വസിക്കുക മാത്രം. ഇവിടെ ഒന്നും വിശുദ്ധി ചോദിക്കുന്നില്ല. ശ്രദ്ധിച്ചേ, വിശുദ്ധി ചോദിക്കുന്നില്ല. സാത്താൻ പള്ളി വിടാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ചിലർ, നീ എന്താടാ പള്ളി വരാത്തേ? ഓ നിങ്ങളെപ്പോലെ ഒന്നും വിശുദ്ധരല്ലെന്ന് ഞാൻ. എൻ്റെ ഇടവേല ഒരുത്തം പറഞ്ഞ, എടാ എന്താണ് പള്ളി വരാത്തേ? നിങ്ങളെപ്പോലെ വിശുദ്ധരല്ല. ഇതൊരു സാത്താനാണ്. യേശുമ്പുരാൻ വിശുദ്ധി ചോദിക്കുന്നില്ല. പള്ളി വരുന്ന ആരുടെയും വിശുദ്ധി ചോദിക്കുന്നില്ല. പകരം യേശുമ്പുരാൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? വിശ്വാസം. അതെന്താ അങ്ങനെ? വിശ്വാസത്തിലൂടെയാണ് വിശുദ്ധിയിലേക്ക് വളരാൻ പറ്റുന്നത്, അല്ലാതെ പറ്റില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് യേശുമ്പുരാൻ ഈ
പള്ളിപ്രമാണിയോട് പറഞ്ഞു, വിശ്വസിക്കുക മാത്രം only one thing, ഒരു കാര്യം മാത്രമാണ് യേശുവമ്പുരാൻ ചോദിച്ചത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം. യേശു അത് കേട്ടാറേ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. കർത്താവിൻ്റെ ആശീർവാദം എല്ലാം ശ്രദ്ധിച്ചായിരുന്നോ? കർത്താവിൻ്റെ ആശീർവാദം ശ്രദ്ധിച്ചോ? എല്ലാ ആശീർവാദവും എങ്ങനെയാണെന്നറിയാമോ? ആശീർവാദങ്ങളെല്ലാം ചുമ്മാ മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുക്കാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം ഒന്നെടുത്ത്. 8-ാം അധ്യായത്തിൽ ശതാധിപൻ കർത്താവിൻ്റെ അടുക്കൽ ചെന്നു. ബാല്യക്കാരൻ രോഗിയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടിൽ വരാം. ഇവിടെ ശതാധിപൻ പറഞ്ഞു, വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ. അപ്പോൾ യേശു വാക്ക് കൽപ്പിച്ചു. എന്താ വാക്ക് കൽപ്പിച്ചത്? നിൻ്റെ ബാല്യക്കാരൻ എന്നാൽ അത് പരിപൂർണമായിട്ട് തെറ്റാ കേട്ടോ. യേശുവമ്പുരാൻ അങ്ങനെ ഒരു വാക്ക് കൽപ്പിച്ചില്ല. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-ാം വാക്യം. പിന്നെ യേശുവമ്പുരാൻ ശതാധിപനോട് പോക. ആശീർവാദം എങ്ങനെയാണ്? വിശ്വസിച്ചതുപോലെ. കണ്ടോ? അപ്പം ശതാധിപൻ വിശ്വസിച്ചില്ല, ഭവിക്കില്ല കേട്ടോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്ക വരുന്നവരോട് ദൈവം ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? വിശ്വാസം. 9-ാം അധ്യായം എടുത്ത്. 9-ാം അധ്യായത്തിൽ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കണ്ണ് തുറക്കാവോ എന്ന് ചോദിച്ച് 2 പേര് വരുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. ദാവീദ് പുത്ര, കരുണ തോന്നണമേ. 2 കുരുടന്മാർ. യേശുവമ്പുരാൻ്റെ ചോദ്യം എന്താണെന്നറിയാമോ? ഇത് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? എന്താ ചോദ്യം? വിശ്വസിക്കുന്നുവോ അതോ പേടിയാണോ, ഭയമാണോ? യേശുവമ്പുരാൻ ചോദിച്ചു, വിശ്വസിക്കുന്നുവോ? ഉടനെ അവർ പറഞ്ഞു, വിശ്വസിക്കുന്നു. ഉടനെ കർത്താവ് പറഞ്ഞു, കാഴ്ച കെട്ടട്ടെ. അല്ല. എന്നാ കർത്താവ് പറഞ്ഞത്? വിശ്വാസം പോലെ. കണ്ടോ? ഈ ആശീർവാദം പഠിച്ച് എല്ലാം ഇങ്ങനെ മുന്നോട്ട് നോക്കിയാൽ, നിങ്ങൾ നോക്കിയാൽ ആശീർവാദങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഒരു സ്ത്രീയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, സ്ത്രീയേ നിന്റെ വിശ്വാസം വലിയത്. 28-ാമത്തെ വാക്യം, സ്ത്രീയേ വിശ്വാസം വലിയത്. എന്നിട്ടൊരു ആശീർവാദമാണ്, നിന്റെ ഇഷ്ടം പോലെ ഒക്കെ നിനക്ക് ആകെ. പ്രിയമുള്ളവരെ, ആന്തരിക നയനങ്ങൾ തുറന്നാൽ കിട്ടുന്നതിൻ്റെ പേരാണ് എന്ത്? വിശ്വാസം. വിശ്വാസം എന്ത് ചെയ്യണമെന്നറിയാം? ഈ നോമ്പിൽ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നല്ലൊരു പ്രാർത്ഥന പറഞ്ഞുതരാം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 5-ാം വാക്യം. അല്ല, അപ്പോസ്തല പ്രവൃത്തികളല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം. സോറി കേട്ടോ, ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം വായിച്ച്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. അപ്പോസ്തലന്മാർ കർത്താവിനോട്, കർത്താവേ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാമോ വിശ്വാസം? ഇത് ശ്രദ്ധിക്കണം കേട്ടോ. വിശ്വാസമില്ലെങ്കിൽ പേടി തുടങ്ങും ജീവിതത്തിൽ കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചേ, വിശ്വാസമില്ലെങ്കിൽ പേടി. ഒത്തിരി വീട്ടിൽ എന്നാ പ്രശ്നമെന്നറിയാമോ? ഇരുന്ന് പേടിക്കുക. എനിക്കറിയാം, ഒരു വീട്ടിൽ എല്ലാ മെയ് മാസവും പ്രശ്നമാണ് അവർക്ക്. ആ വീട്ടിൽ വേറെ സഹോദരനെ അറിയാം, എല്ലാ ഒക്ടോബറിലും ആക്സിഡൻറ്റാണ്. എന്താ ഇതിൻ്റെ കാരണമെന്നറിയാമോ? എന്താ ഇതിൻ്റെ കാരണം? ഇയ്യോബ് 3:25. പേടിക്കുന്നത് അങ്ങനെ സംഭവിക്കും. പേടിക്കുന്നതെല്ലാം, നമ്മൾ പേടിച്ചതെല്ലാം വിളിച്ചു വരുത്തുക. സരിശുവാക്യങ്ങൾ 10:26. പേടിക്കുന്നത് അങ്ങനെ വരും. ഏതിനെ പേടിച്ചോ അതിൻ്റെ ആധിപത്യം ഉണ്ടാവും. നിങ്ങൾ വീട്ടിലിരുന്ന് ഭർത്താവിനെക്കുറിച്ച് വെറുതെ പേടിക്കുകയാണ്. അയ്യോ എൻ്റെ ഭർത്താവ് ഇങ്ങനെ എങ്ങാനും പോകുമോ? ഞാൻ പറയുന്നത് പോകും. ഈ പേടി കൊണ്ടായി നഷ്ടപ്പെടുന്നത്. പേടി കൊണ്ട് ഇതെല്ലാം പോകും. പകരം വിശ്വാസം വരണം. എൻ്റെ ദൈവം എൻ്റെ ജീവിത പങ്കാളിയുടെ ചുറ്റും നിപ്പുണ്ട് തീമതിലായിട്ട്. വിശ്വാസം. ഈ കണ്ണു തുറക്കണം. അകെ പ്രിയമുള്ളവരെ, ദേവാലയത്തിലൊക്കെ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മാവ് വരട്ടെ. നമുക്ക് തന്ന ആത്മാവിൻ്റെ പേര് പറയാമോ? റോമർ 8:15. പിന്നെയും പേടിക്കേണ്ടതിന് ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല തന്നത്, പിന്നെ എന്തിൻ്റെ ആത്മാവിനെ തന്നത്? ആബാ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം പുത്രന്മാർക്കുള്ള ആത്മാവ് കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഏലീശ പ്രവാചകൻ്റെ ഭൃത്യന് ഇതൊന്നും കാണാൻ പറ്റിയില്ല. ഏലീശ പ്രവാചകൻ പറഞ്ഞു, അവരോട് കൂടി ഉള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. കാണാൻ പറ്റണ്ടേ? കാണാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാവോ,
പൗലോസ് ശ്ലീഹ മോശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, മോശയുടെ സഞ്ചാരം എങ്ങനെയാണെന്നറിയാമോ? വിശ്വാസം വഴി. മോശ എങ്ങനെയാണ് സഞ്ചരിച്ചത്? വിശ്വാസം. 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലേ അല്ല. മോശ മുമ്പോട്ട് നടന്നപ്പോൾ കുത്തിമറിയുന്ന ചെങ്കടൽ, പിമ്പിൽ ആരാണ്? ഫറവോന്റെ സൈന്യം. 20 ലക്ഷം ജനങ്ങൾ മോശയോട് പിറുപിറുത്തപ്പോൾ വഴിയില്ലാതെ ഗതിമുട്ടിച്ചവനെ എന്ന് വിളിച്ചു പറഞ്ഞ് പരിഹസിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, മോശ മുന്നോട്ട് തന്നെ നടന്നത് കാഴ്ചയാലേ അല്ല, വിശ്വാസത്താൽ. വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശുവിനെ കണ്ടിട്ട് പൗലോസ് ശ്ലീഹ പറയാണ്, മോശ വഴി കണ്ടു. ഇത് കാണാൻ പറ്റണ്ടേ? ഈ വിശ്വാസത്തിൻ്റെ കണ്ണു തുറക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാ ഏലീശ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, ഭൃത്യൻ്റെ കണ്ണ് തുറക്കണമേ. അപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നു. അവൻ എന്നാ കണ്ടത്? മലയുടെ ചുറ്റും എന്തുണ്ട്? അഗ്നിരഥങ്ങളും കുതിരകളും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച അവൻ കണ്ടു. മല നിറഞ്ഞു നിൽക്കുന്ന അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ആകെ പ്രിയമുള്ളവരെ, ഇതൊരു സംരക്ഷണത്തിൻ്റെ ഒരു കാഴ്ച തുറക്കുന്ന അവസ്ഥയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. ദൈവത്തിൻ്റെ ദൂതന്മാർ പാളയമിറങ്ങും. ദൈവദൂതന്മാർ ഞാൻ ഒറ്റയ്ക്കല്ല, വലിയൊരു സൈന്യം എൻ്റെ കൂടെയുണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ ഇറങ്ങും, സഞ്ചരിക്കും, വ്യാപരിക്കും. ദാനിയേൽ മുട്ടുകുത്തിയപ്പോൾ തന്നെ സ്വർഗം തുറന്നെന്ന് മീഖായ ദൂതൻ ഇറങ്ങി. ദാനിയേൽ പുസ്തകം 10-ാം അധ്യായത്തിൽ മീഖായ ദൂതൻ ഇറങ്ങി. നമ്മളിവിടെ വചനം പ്രഘോഷിക്കുമ്പോൾ സ്വർഗം തുറക്കും, ദൈവദൂതന്മാർ ഇറങ്ങും, വലിയൊരു സംരക്ഷണം ഇവിടെ തരും. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കും. അവസാന ഭാഗത്തേക്ക് ഞാൻ പോകട്ടെ. അവസാന ഭാഗം എന്താണെന്നറിയാമോ? അവസാന ഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ എത്രാമത്തെ വാക്യ? 31-ാമത്തെ വാക്യം വായിച്ച്. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. എപ്പോഴാന്ന് പറഞ്ഞേ? ധ്യാനിക്കുന്നത് നിങ്ങളാ. ഉടനെ എപ്പോൾ? എപ്പോഴാണ്? യേശു തമ്പുരാൻ എന്ത് ചെയ്തു? അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി. എന്താ അതെന്ത് ശുശ്രൂഷ പറഞ്ഞേ? അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി കൊടുത്തു. എന്ത് ശുശ്രൂഷയാ? വിശുദ്ധ. എത്ര പേര് യേശുവിനെ കണ്ടു? യേശുവിനെ അറിഞ്ഞു? നമ്മൾ ശാന്തമായിട്ട് പരിശോധിക്കണ്ടേ? വിശുദ്ധ കുർബാനയിൽ എത്ര പേര് യേശുവിനെ കണ്ടു? ആ ഞായറാഴ്ചയെങ്കിലും എൻ്റെ കർത്താവേ, ഈ അണ്ടകടാകത്തെ മുഴുവൻ കൈവെള്ളയിൽ ഒതുക്കിയവൻ ഇതാ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു നുറുക്കായിട്ട് വന്നിരിക്കുക. അത്ര എളിമപ്പെട്ട് അങ്ങനെ ഒരു ദൈവം ശരീരത്തിലുണ്ടെന്നുള്ള വിശ്വാസത്തിൻ്റെ സുബോധം പോലും നമുക്കൊരു ഞായറാഴ്ച കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ എന്നെ ഇതിലേക്ക് വഴി നടത്തിയ ഒരു സംഭവമുണ്ട്. ഞാൻ അട്ടപ്പാടി മുണ്ടമ്പാറ എന്ന് പറയുന്ന ദേവാലയത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് വികാരിയായിട്ടിരിക്കുക. ആ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. എന്നറിയാമോ? ഒരു മലയുടെ ഏറ്റവും മുകളിലാണ്, ചുറ്റും മലയാണ്. ഇവിടെ ചില അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആ പള്ളി അറിയാം. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും എല്ലാം കാണാം. മല്ലീശ്വരം മുടി വരെ കാണാം, എല്ലാം കാണാം. ആ പള്ളി കാണാൻ ഒത്തിരി പേര് വരാറുണ്ട്. ഞാൻ സ്കൂളിൽ ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്ക് ഓഫീസിൽ വലിയ ജോലി തിരക്കില്ലാതിരിക്കുമ്പോൾ ഒരു ഫോൺ ഒരാൾ വിളിച്ചു. ഹലോ അച്ഛാ, അച്ഛനാണോ മുണ്ടമ്പാറയുടെ വികാരി? ഞാൻ പറഞ്ഞതേ. എനിക്ക് ആ പള്ളി ഒന്ന് തുറന്നു തരാമോ? ഞാൻ ചോദിച്ചു എന്തിനാ? എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാനാ. പള്ളി കാണാൻ ഒത്തിരി പേര് വരാറുണ്ട്, പള്ളിക്കാവുമൊന്നും ആരും കാണാറില്ല. അതെന്നല്ല, പ്രാർത്ഥിക്കാനാണെന്ന് ആദ്യമായിട്ട് ഒരാൾ പറയും. ഞാൻ ചോദിച്ചു ആരാണ്? എന്നോട് പറഞ്ഞു അച്ഛൻ ഉദ്ദേശിക്കുന്നത് വലിയ ആളൊന്നുമല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അട്ടപ്പാടിയിലെ ഒരു ഊരിലെ ആദിവാസി യുവാവാണ് എന്നെ വിളിച്ചത്. സ്കൂളിൽ പഠിക്കുക. അവരെന്നെ വിളിച്ചു, അച്ഛാ പള്ളി ഒന്ന് തുറന്നു തരാമോ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞേടാ, ഞാൻ ഈ സ്കൂൾ വിട്ട് 4 മണി കഴിഞ്ഞ് യാത്ര ചെയ്ത് വന്നാൽ 5 മണിയൊക്കെ ആവും അവിടെ വരുമ്പോൾ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ നാളെ 5 മണിക്ക് അച്ഛൻ വരാമോ?
ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം സ്കൂൾ വിട്ടപ്പോഴേ ഞാൻ പോയി മുണ്ടമ്പാറ പള്ളിയിൽ പോയി. ഞാനൊരു 4:30 കഴിഞ്ഞപ്പോഴേ എത്തി. പള്ളി തുറന്നു. ഞാനകത്ത് കയറി ഇങ്ങനെ ഭിത്തി നോക്കും. ഭിത്തിയൊക്കെ കൊമളച്ചിരിക്കുക, എന്ന് പറഞ്ഞാൽ പെയിൻ്റൊക്കെ പൊള്ളി അടന്ന് വീണുകൊണ്ടിരിക്കുക, കയറ്റുവായ വീഴുന്നുണ്ട്. ഇതൊക്കെ കണ്ടു. മേശയിൽ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, അതിൽ നിറച്ച് പൊടിയുണ്ട്. ഒക്കെ കണ്ട് ഇങ്ങനെയെല്ലാം നോക്കി ഞാനവിടെ ഇരുന്നിട്ട് ആരെയും കാണുന്നില്ല. കുറേ നേരമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, പടിഞ്ഞാറോട്ട് നോക്കൂ, 2 പിള്ളേർ ഈ പടിഞ്ഞാറേ വാതിൽ ക്രോസ് ആയിട്ട് കിടക്കുക നിലത്ത് കൈകൂപ്പി കിടക്കുക, 2 പിള്ളേർ. സത്യം പറയാലോ, എനിക്കൊരു സങ്കടം. ഞാൻ ഈ പള്ളിയിലോട്ട് ഇങ്ങനെ നെഞ്ചും വിരിച്ച് കയറി വന്നു. 2 പിള്ളേരിപ്പം നിലത്ത് കിടക്കുക. ഇച്ചിരി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുള്ളിൽ മുട്ടുകുത്തി കൈകൂപ്പി നിൽക്കുക. അപ്പോൾ എനിക്കൊരു സങ്കടം. നാളുകളായി ഈ പള്ളി വികാരിയാണ്, 4ാമത്തെ വർഷമാണ്. പള്ളിയിൽ ഇന്ന് വരെ വന്നിട്ട് ദൈവമേ നിന്നെ ഞാൻ ബഹുമാനിച്ചില്ല. ഞാനിപ്പോൾ കയറി ഈ ഭിത്തിയും ഈ ഗ്ലാസ്സും ഒക്കെ കണ്ടു. എനിക്കൊരു സങ്കടം വന്നിട്ട് ഞാൻ ആ നമസ്കാര മേശയുടെ ഇവിടെ മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് നിന്നെ കാണാൻ പറ്റിയില്ല. ഈ വന്ന പിള്ളേർ നിന്നെ കണ്ടിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ പിള്ളേരില്ല. ഞാൻ എഴുന്നേറ്റ് ഓടിച്ചെന്നു. ഈ മലയുടെ പ്രത്യേകത എല്ലായിടും കാണാം. എല്ലാ സൈഡും നോക്കി, കാണാനില്ല. എങ്ങോ പോയി. ഏതാണ്ട് 1 മാസമൊക്കെ കഴിഞ്ഞു. വീണ്ടും ഫോൺ കോൾ. അച്ഛാ, മുണ്ടമ്പാറ പള്ളിയിലൊന്ന് വരാവോ? ഞാൻ പറഞ്ഞേടാ, നിന്നെ കിട്ടാനിരിക്കുകയായിരുന്നു ഞാൻ, എൻ്റെ കൈ കിട്ടാൻ. നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. ഞാനന്ന് കഷ്ടപ്പെട്ട് വന്ന് പള്ളി തുറന്ന് ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടല്ലോ. നീ ഇത്ര വെണ്ടയ്ക്ക പോലെ നമ്മൾ മുമ്പിൽ നിന്നിട്ട് നീ എന്നെ കണ്ടില്ലല്ലോ. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ, അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഞാൻ വലിയ സങ്കടമുള്ളവനാണ്, വലിയ സങ്കടമുള്ളവൻ. അവനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ സ്കൂളിൽ പഠിക്കുന്നവനാണ്, സ്കൂളിൽ പോകുന്നില്ല. ഞാൻ ആരോടും പറയാത്തൊരു പ്രയാസമുണ്ട്, ഞാൻ അച്ഛനോട് പറയാം. എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടുകയാണ്. പകലെങ്ങും ചൊറിച്ചിലില്ല. രാത്രി കട്ടിലെ കിടന്ന് അല്പം കഴിയുമ്പോൾ ഏതെങ്കിലും ഭാഗം ചൊറിയാൻ തുടങ്ങും. ചൊറിഞ്ഞാൽ എനിക്കറിയാം തൊലി പോണുണ്ട്, നിർത്തത്തില്ല. തൊലി പോയാലും വേണ്ടില്ല, നിൽക്കത്തില്ല. പിന്നെ ചൊറിയും. ദേശമൊക്കെ ഇളകുന്നുണ്ട് അച്ഛാ, എനിക്കറിയത്തില്ല, ഉറക്കമില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങളെല്ലാം ഒരുമാതിരി പഴുത്ത് ചലം വെട്ട അവസ്ഥയിലാണ്. ദുർഗന്ധമുണ്ട്. സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു ഞാൻ. എൻ്റെ അടുത്തിരുന്ന എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എടാ, എന്തോ നിന്നെ ഒരു സ്മെല്ലാണല്ലോടാ, വല്ലാത്തൊരു സ്മെല്ല്. അച്ഛനറിയാവോ, എനിക്ക് പോകാൻ പറ്റില്ല അച്ഛാ സ്കൂളിൽ. എനിക്കത് ആരോടും പറയാൻ പറ്റുന്നില്ല. ആദിവാസി മേഖലയിൽ ഇഷ്ടം പോലെ മരുന്നുണ്ട്. എത്ര തൈലം, എത്ര എണ്ണ, എത്ര ഇലകൾ, എല്ലാം ഞാൻ ചെയ്തു. ആശുപത്രിയിൽ പോയി അനേക മരുന്നുകൾ ചെയ്തു, ഒന്നും മാറിയില്ല. അപ്പോഴാണ് ഊരിലെ മൂപ്പൻ ചോദിക്കും, നീ എന്താണ് സ്കൂളിൽ പോകാത്തത്? ഞാൻ ആ മൂപ്പനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ദേഹത്ത് മൊത്തം ഇങ്ങനെ തൊലി പോയി, ചലം വന്ന് 3-4 ബനിയനൊക്കെ ഇട്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ചലം വരുന്ന കാരണം അടിവസ്ത്രങ്ങൾ കൂടുതലിടും. അങ്ങനെ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു സ്മെല്ലായി, പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, എടാ, ഇതെല്ലാം ചെയ്തിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ഒരു കാര്യം ചെയ്യും, ആ മലയുടെ മുകളിൽ ഒരു പള്ളിയുണ്ടല്ലോ. പണ്ട് നമ്മുടെ കാർന്നോമാരൊക്കെ എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് അവിടെ പോയിട്ടൊന്ന് ചങ്കുവെട്ടി വിളിച്ചാൽ വിളിപ്പാടകരെ ഉത്തരമരുളുന്ന ഒരു ദൈവം അവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓർക്കണം കേട്ടോ. അച്ഛനറിയാവോ, അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച മാറുപടാ. ഞാൻ പള്ളി വന്നത് അച്ഛനെ കാണാനല്ല അച്ഛാ. ഇത് ശ്രദ്ധിക്കണേ. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം. ഹൃദയ നൊമ്പരമുള്ള ഹന്ന പള്ളി പോയി ബേഥേലിൽ വർഷത്തിലൊരിക്കൽ. ഒരു ഏലി പുരോഹിതൻ വെളിയെ കസേരയിട്ടിരിപ്പുണ്ട്, ആരൊക്കെ വരുന്നുണ്ടെന്ന് കാണാൻ. പക്ഷെ ഹന്ന കണ്ടില്ല. അത്രയ്ക്ക് നൊമ്പരം.
അവരെന്നോട് പറഞ്ഞു, അച്ഛനെ കാണാനല്ല വന്ന്. ഞാൻ ആ പള്ളി കയറി. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഞാനും വരാം, ഇപ്പോഴാണ് നിൻ്റെ ഈ പ്രയാസം ഞാൻ അറിയുന്നത്, ഞാനും വരാം കേട്ടോ. അവർ രണ്ടുപേരും ഒന്നിച്ചു വന്ന് ആ പള്ളി തുറന്ന സ്ഥലത്ത്, പ്രിയമുള്ളവരെ, നടവാതിൽ കിടന്നിട്ട് ദൈവത്തെ വിളിച്ച്, അച്ഛനറിയാമോ, എനിക്കൊരൊറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ദൈവമുണ്ടെങ്കിൽ, കണ്ണും ചെവിയും ഹൃദയവും തന്ന ഒരു ദൈവം ഇരിപ്പുണ്ടെങ്കിൽ കാണില്ലേ? വേറൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. എന്നെ ഒന്ന് കാണില്ലേ? ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്, ജീവിക്കാൻ പറ്റുന്നില്ല, പലവട്ടം മരിക്കാൻ ആലോചിച്ചു. കാണില്ല എന്നെ. അച്ഛനറിയാമോ, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല അച്ഛാ. ഒരു വാക്ക് ഞാൻ പറഞ്ഞു, കാണില്ലേ. വേറൊന്നും പറഞ്ഞില്ല, ഞാൻ പോയി. ഞാനിപ്പോൾ ഓർക്കുകയാണ്, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം. രണ്ടുപേർ ഒരു വിഷയത്തെക്കുറിച്ച് ഏക മനസ്സുള്ളവരായാൽ ദൈവം എന്തു ചെയ്യും? അതവർക്ക് കൊടുക്കും. രണ്ട് യുവാക്കന്മാർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാൻ ചോദിച്ചു, നീ ഇപ്പം എന്തിനാ വിളിച്ചേ? അച്ഛൻ പള്ളി വരണം. ഞാൻ ചോദിച്ചു, എന്തിന്? എനിക്കെൻ്റെ ഡ്രസ്സെല്ലാം ഊരി അച്ഛനെ കാണിക്കണം, എൻ്റെ വസ്ത്രം മുഴുവൻ ഊരി അച്ഛനെ കാണിക്കണം, അച്ഛൻ ഒറ്റയ്ക്ക് വരണം. എൻ്റെ ശരീരം വെച്ചാൽ ഒരു പുതിയ ശരീരം. മുണ്ടമ്പാറ പള്ളിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ. വികാരിയായി ഞാൻ 4 വർഷം വികാരി. നമുക്കിതുവരെ ഇതൊന്നും കിട്ടിയിട്ടില്ല. ഇതൊന്നും കിട്ടിയിട്ടില്ല. എന്താണ് പ്രശ്നം? നമ്മുടെ പ്രശ്നം ഇതെന്താണെന്നറിയാമോ? ഈ കണ്ണടഞ്ഞുപോയി. 2 പിള്ളേർ നൊമ്പരത്തിൽ വന്നിട്ട് പള്ളി വന്നപ്പോൾ അവരുടെ കണ്ണ് തുറന്ന് അവരൊരു ദൈവത്തെ കണ്ടിട്ട് പറഞ്ഞു, കാണില്ലേ, കാണില്ലേ കേട്ടോ. ഞാനൊരു വാക്ക് നിർത്തുകയാണ്. ഒരപ്പച്ചൻ എന്നോട് പറഞ്ഞ, അച്ഛാ, എൻ്റെ മകൻ്റെ കുടി നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും തോറും കൂടി വരിക. എത്രയോ കുർബാനയ്ക്ക് പേര് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് പേര് കൊടുക്കും തോറും മുക്കുടിയൻ. സത്യത്തിൽ പ്രാർത്ഥിച്ചു മടുത്തു. ഞാൻ ആ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച പള്ളി പോകുമ്പോൾ എന്താ അപ്പച്ചൻ്റെ പ്രാർത്ഥന? അപ്പം എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരുമാതിരി വൃത്തികെട്ട ചോദിക്കരുത്. എൻ്റെ പ്രാർത്ഥന എന്തായിരിക്കും? എൻ്റെ മകൻ്റെ കുടി നിൽക്കണം. കുരിശുപള്ളി കാണുമ്പോൾ എന്താ പ്രാർത്ഥന? മകൻ്റെ കുടി നിൽക്കണം. വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ എന്താ പ്രാർത്ഥന? മകൻ്റെ കുടി എന്ന് പറഞ്ഞാൽ നാഴിക്ക് 40 വട്ടം എന്താണ്? മകൻ്റെ കുടി നിൽക്കണം. ഞാൻ പറഞ്ഞു, ഇത് നിർത്ത്. ഇനി പള്ളി വരുമ്പോൾ അപ്പച്ചൻ പ്രാർത്ഥിക്കണം. ആ ബലിപീഠത്തിൽ നുറുക്കപ്പെടുന്ന കർത്താവിനെ നോക്കിയിട്ട് പറയണം, കർത്താവേ, നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ഒരു നുറുക്കായിട്ട് എൻ്റെ അടുക്ക വരാവോ ചോദിച്ചേ. അതുകൊണ്ട് ഞാൻ ആദ്യം ധൈര്യമായിട്ട് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞാൽ വീട്ടിൽ ദൈവം എഴുന്നേൽക്കും. ഒരപ്പച്ചൻ ഞായറാഴ്ചകളിൽ പള്ളി പോയിട്ട് കുർബാനയൊന്നും സ്വീകരിക്കാത്ത അപ്പച്ചനായിരുന്നു. മാറി, പ്രിയമുള്ളവരെ, കുമ്പസാരിച്ചു. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ആ ബലിപീഠത്തിൽ മാത്രം നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ, എന്നെ ഒന്ന് കാണാവോ? ഒരു നുറുക്കായിട്ട് വരാവോ? അങ്ങനെ ഒരപ്പച്ചൻ പ്രാർത്ഥിച്ച് അന്ന് ദൈവം വീട്ടിൽ എഴുന്നേറ്റു. നിങ്ങൾക്കറിയാമോ, ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു മകനെയും കൊണ്ട് ആശ്രമത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ, അച്ഛാ, ഇതാ ഞാൻ പറഞ്ഞ മകൻ. എന്താണ്? ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയാ, അച്ഛാ, കുടിക്കാൻ പറ്റുന്നില്ല. ദൈവം വന്ന വെളിച്ചം, ഈ വെളിച്ചത്തിൽ ഇരുട്ട് കയറില്ല. അങ്ങോട്ട് നോക്കി, ആ വെളിച്ചത്തിലൊന്ന് നോക്കിക്കോ കേട്ടോ. എൻ്റെ അകത്ത് ഇരുട്ട് കയറുവോ? നെവർ കയറില്ല. ദൈവം വീട്ടിൽ വന്നാൽ ഇരുട്ടിരിക്കില്ല, വെളിച്ചം. നമ്മുടെ പ്രശ്നം ഇതാണ്. ഒരു ആദിവാസി കുഞ്ഞ് പള്ളി വന്നിട്ട് കർത്താവിനെ കൊണ്ടുപോയി. നാളുകൾ പള്ളി വിശുദ്ധ കുർബാനയ്ക്ക് വന്നിട്ട് കൊണ്ടുപോയില്ല. നമ്മൾ അവനെ മാത്രം കൊണ്ടുപോയില്ല, അവനെ മാത്രം കണ്ടില്ലെന്ന്. യേശു അപ്പം നുറുക്കി വാഴ്ത്തി അവർക്ക് കൊടുത്തപ്പോൾ കണ്ണു തുറന്ന് അവർ യേശുവിനെ അറിഞ്ഞു. കർത്താവേ, നീ ഇവിടെ ഉണ്ടല്ലോ. അവർ യേശുവിനെ അറിഞ്ഞു. ഒരു ഞായറാഴ്ച നമ്മൾ അറിയണ്ടേ? കുർബാന സ്വീകരിച്ച ശരീരത്തിൽ അറിയണ്ടേ യേശു ഉണ്ടെന്ന്, യേശു കൂടെ ഉണ്ടെന്ന്? ആകയാൽ കണ്ണു തുറക്കണം. ഈ നോമ്പിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനയിൽ വ്യത്യാസങ്ങളുണ്ടാകും. പള്ളി പോയാൽ കാണേണ്ടവനെ കാണണം, ഹൃദയം തുറന്ന് കർത്താവിനെ അറിയണം. അപ്പോൾ അതേ അധ്യായത്തിൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ ദൈവം അവരുടെ ബുദ്ധി തുറന്നു,
കണ്ണു തുറന്നവരുടെ ബുദ്ധി ദൈവം എന്തു ചെയ്യും? തുറക്കും. അപ്പോൾ അവർ തിരുവചനങ്ങളെ ഗ്രഹിച്ചു. അപ്പോൾ അവർ എന്തു ചെയ്തു? വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പൊരുളുകൾ നിറയണമോ? കർത്താവ് തുറന്നു തരണം. കർത്താവ് തുറക്കാൻ പള്ളി ചെല്ലുമ്പോഴേ കർത്താവിനെ കാണണം, ബലിപീഠത്തിൽ അവനെ കാണണം. 4 കൂട്ടർ കണ്ണു തുറന്നതായിട്ട് നമ്മൾ കണ്ടു. ഹാഗാർ അതിവേദനയിൽ അതിസങ്കടത്തിൽ മറയ്ക്കപ്പെട്ട കണ്ണുമായിട്ടിരുന്നു. അവൾക്ക് സങ്കടത്തിൻ്റെ തിമിരമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അവിടെ കണ്ണു തുറന്നു. ഇതാ ബിലെയാം ഒരു ഭിന്ന ഹൃദയവുമായി പാപകാരണം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന മറയ്ക്കപ്പെട്ട ഒരു കണ്ണുമായിട്ട് അവൻ മുന്നോട്ട് പോവുകയാണ്. പാപം വെളിപ്പെട്ടു, പശ്ചാത്തപിക്കണം, അനുദപിക്കണം. ഇതാ ഏലീശ പ്രവാചകൻ്റെ ഭൃത്യൻ വലിയ സംരക്ഷണം കാണുന്നില്ല. നമ്മളിപ്പോൾ ഈ ബിൽഡിംഗ് ഒക്കെ കാണുന്നുള്ളൂ. കർത്താവ് ഇറങ്ങി സഞ്ചരിക്കും, ഇതൊക്കെ വാഗ്ദാനമാണ്. ഇറങ്ങി സഞ്ചരിക്കും, ദൈവം ഇടപെടും, അനേക വീട്ടുകളിൽ കർത്താവ് ചെല്ലും. അങ്ങനെയൊക്കെ കാണണം. പരിശുദ്ധ സഭയിൽ കർത്താവ് സഞ്ചരിക്കണം. അങ്ങനെ ഒരു കൂട്ടർ പ്രാർത്ഥിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സഭയിൽ കർത്താവ് ഇറങ്ങി സഞ്ചരിക്കണം. എല്ലാ ആലയങ്ങളിലും കർത്താവ് സഞ്ചരിക്കണം. ലേവ്യ 26:11-12 ഞാൻ ഇറങ്ങും സഞ്ചരിക്കും എന്ന് പറഞ്ഞ വാഗ്ദാനം നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കണം. ഇതെല്ലാം വിശ്വസിക്കുക. ഇതാ വീണ്ടും 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോയി. കർത്താവ് വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോൾ കണ്ണു തുറന്നപ്പോൾ അവർ കണ്ടു, അവർ അറിഞ്ഞു, അവർ അനുഭവിച്ചു. കണ്ണുകൾ അടയ്ക്കാം. കർത്താവ് ഈ നോമ്പ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാക്കി തീർക്കട്ടെ. നന്നായിട്ട് കണ്ണുകൾ അടച്ച് നാളുകളായി ദേവാലയത്തിൽ പോയതിനെ ഓർത്തൊന്ന് അനുദപിച്ച്, കർത്താവേ, നാളുകളായി ആലയത്തിൽ പോയി ഏലി പുരോഹിതൻ്റെ 2 മക്കളെക്കുറിച്ച് യഹോവയായ ദൈവം വെളിപ്പെടുത്തി. നിൻ്റെ മക്കൾ നന്നായിട്ട് ബലിയർപ്പിക്കുന്നവരാണ്, നല്ല ശബ്ദമുള്ളവർ, നല്ല ക്രമങ്ങൾ ചെയ്യുന്നവർ, ആരും ഒരു കുറ്റമൊന്നും പറയത്തില്ല, നല്ല കൊള്ളാം. എന്നാൽ യഹോവയായ ദൈവം സഖിയിട്ട് അവസാനം പറഞ്ഞു, ഏലി പുരോഹിത, നിന്റെ മക്കൾ ബലിയർപ്പിച്ചപ്പോൾ എന്നെ ചവിട്ടി നിന്നാണ് ബലിയർപ്പിച്ചത്. അവരെന്നെ ചവിട്ടുകയായിരുന്നു. ഞായറാഴ്ച ബലിയർപ്പണത്തിന് ദേവാലയത്തിൽ ചെന്നപ്പോൾ യേശുമ്പുരാൻ പറയുകയാണ്, എന്നെ ചവിട്ടുകയായിരുന്നു. കണ്ടില്ല ദൈവമേ, നിന്നെ മാത്രം കണ്ടില്ല. നാളുകളായി ആലയത്തിൽ പോയി, എല്ലാം കണ്ടവരാണ് ഞങ്ങൾ, നിന്നെ മാത്രം കണ്ടില്ല. 2 പൈതങ്ങൾ ഒരു ദേവാലയത്തിൽ വന്ന് മറ്റൊന്നും ചോദിച്ചില്ല. എൻ്റെ ദൈവമേ, എന്നെ ഒന്ന് കാണില്ലേ, ഒരു നുറുക്കായി വരില്ലേ? ആ ജ്ഞാനായക്കാരി സ്ത്രീ പറഞ്ഞു, എനിക്ക് ആ മുഴുവൻ അപ്പം വേണ്ട ദൈവമേ, ഈ നായ്ക്കുട്ടികൾക്ക് വീണ് കിട്ടുന്ന നുറുക്കുണ്ടല്ലോ, നുറുക്ക് തരാവോ? ഒരു നുറുക്കായെങ്കിലും എൻ്റെ അടുക്ക് വരാമോ? കർത്താവ് ഹൃദയം പറിച്ചു വരും. കർത്താവ് ഇറങ്ങും. അവരുടെ കുടുംബത്തിൽ ദൈവം എഴുന്നേൽക്കും. ദൈവം വെളിച്ചമാണ്. അവൻ എഴുന്നേറ്റാൽ അന്ധകാരമില്ല. എൻ്റെ ദൈവമേ, ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളുടെയും ഭവനങ്ങളിൽ അങ്ങ് എഴുന്നേൽക്കണമേ. ഹൃദയനിലങ്ങൾ തുറക്കട്ടെ. ഏതെങ്കിലും പാപത്തിൻ്റെ വഴികൾ മറച്ചു വെച്ച് ഹൃദയത്തിൽ വെച്ചിട്ടുണ്ടോ? ആ പാപങ്ങളെല്ലാം എടുത്തു കളയാൻ ആഗ്രഹിക്കണം. കർത്താവിൻ്റെ അടുക്കൽ ദാവീദ് ഒലിവുമര കയറി രക്തക്കണ്ണുനീരൊഴുക്കി. അവൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ വീട്ടിൽ നീ വരണം. ഈ സമയത്ത് നന്നായി അനുദപിക്കണം. അതിസങ്കടത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? നിന്നെ കണ്ട ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക. കർത്താവ് ഒരു വലിയ സംരക്ഷണം നിനക്കായി ഒരുക്കിയിട്ടുണ്ട്. നീ ഒറ്റയ്ക്കല്ല, ഒരു സൈന്യം മുഴുവൻ നിൻ്റെ കൂടെയുണ്ട്. ദൈവമേ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ ചേർന്ന് നടന്ന് അവിടെ കണ്ണ് തുറന്ന ദൈവമായി കർത്താവേ, ഈ പകൽക്കാലം കണ്ണുകൾ തുറക്കണമേ. നിൻ്റെ വീട്ടിൽ ദൈവമുണ്ട്, നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈവമുണ്ട്, നിൻ്റെ ആരാധനാ ഇടങ്ങളിൽ ദൈവമുണ്ട്. നീ വേദപുസ്തകം എടുക്കുമ്പോൾ ദൈവം അടുത്ത് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കൂടിയിരിപ്പുണ്ട്. ഈ കാഴ്ച കാണാൻ വിശ്വാസത്തിൻ്റെ കണ്ണു തുറക്കണമേ. കാഴ്ചയാലേ അല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ആ കണ്ണുകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. യേശയ്യാവ് പ്രഘോഷിച്ച ഈ കാഴ്ച ദൈവമേ, യേശുവിലൂടെ
ഞങ്ങൾക്ക് ദാനമായി നൽകണമേ. അവിടുന്ന് അരുളി ചെയ്ത എഫാത്ത എന്ന വാക്ക് ദൈവമേ എന്ന് ഞങ്ങളിൽ സത്യമായി നിവർത്തിക്കണമേ. ഞങ്ങളെ തന്നെ തരുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാടി നാമത്തിൽ തന്നെ. ആമീൻ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ ഈ മഹാപ്രാർത്ഥനാ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ ഗുരുനാഥനും ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭിവന്യ ഡോക്ടർ മത്യൂസ് മാർ തീമോത്യോസ് തിരുമേനിയോടുള്ള സ്നേഹം, നന്ദി ഞാൻ വളരെ ഹൃദയപൂർവ്വം കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ബലഹീനനായ എന്നെ ഓർക്കണമേ. സത്യത്തിൽ ഞാൻ വളരെ ശാരീരികമായ ക്ലേശത്തിലാണ് ഇവിടെ വന്നത്. ഇന്നലെയൊക്കെ ത്രോട്ട് പ്രശ്നമായിരുന്നു, നല്ല ബോഡി പെയിനൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നതെങ്കിലും ഈ സമയം വരെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. മലബാർ ഭദ്രാസനത്തിൽ നാളെ രാവിലെ 10 തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഒരു ശുശ്രൂഷ ഇങ്ങനെ നടക്കുക. അപ്പോൾ നാളുകളായിട്ട് വൈദികരുടെ ഒരു ആഗ്രഹമായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കർത്താവിൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റണം. അപ്പോൾ ആ ശുശ്രൂഷ ചുങ്കത്തറിയിൽ വെച്ച് നടക്കുകയാണ്. കുറേ ദേവാലയങ്ങൾ ചേർന്ന് നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി അട്ടപ്പാടി ആശ്രമത്തിൻ്റെ എല്ലാ ഹൃദയ സന്തോഷങ്ങളും നിങ്ങളെ അറിയിക്കുന്നു. യൂഹാനോൻ റമ്പാച്ചൻ ആശ്രമത്തിൻ്റെ ഡയറക്ടറാണ്. ഇപ്പോൾ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിലാണ്. നിങ്ങളെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അട്ടപ്പാടി ആശ്രമത്തിൽ കടന്നു വരാം, അവിടെ താമസിക്കാം, അവിടുത്തെ ശുശ്രൂഷകളിലൊക്കെ സംബന്ധിക്കുവാനായിട്ട് കഴിയും. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ച് നിർത്തട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.